ദൈവമായ കർത്താവേ, മനോഹരമായ പ്രഭാതത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങൾ നിന്നോടുകൂടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് ലഭിച്ച വിശ്രമത്തിനായി സ്തോത്രം. പുതിയ ഉണർവോടും ഉന്മേഷത്തോടും കൂടെ പ്രഭാതത്തിൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൻ്റെ കരുണയ്ക്കായി യാചിക്കുവാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉള്ളതോർത്ത് സ്തോത്രം. ഞങ്ങളിവിടെ പേര് പറഞ്ഞ എല്ലാ രോഗികളെയും തിരുസനിലേക്ക് ഉയർത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത ആവശ്യങ്ങൾ നിൻ്റെ സന്നിധിയിൽ ഉയർത്തിയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മാസം നടക്കുന്നയാളുടെ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാരാമൺ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തിരുമേനിമാരെയും അച്ഛന്മാരെയും സുവിശേഷകരെയും ഒക്കെ നീ അനുഗ്രഹിക്കണമേ. ഇന്നിവിടെ ആരെങ്കിലും രോഗികളായി വന്നിരിക്കുന്നു, നീ അവർക്ക് സൗഖ്യം നൽകണമേ. ആരോടും പറയാനാവാത്ത മനോഭാരത്തോടോ പ്രയാസത്തോടോ സങ്കടത്തോടോ കോപത്തോടൊക്കെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ നിൻ്റെ സ്വസ്ഥതയും സമാധാനം വിടുതലും ക്ഷമയും എല്ലാവർക്കും നൽകണമേ. ബലഹീന അടിയനെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ബഹുമാനപ്പെട്ട തോമസ് സക്കറിയാച്ചൻ, പ്രിയപ്പെട്ട സുവിശേഷകരെ, പ്രിയ ഗായക സംഘാംഗങ്ങളെ, ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. അല്പം താമസിച്ചാണെങ്കിലും എല്ലാവർക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നവവത്സരവും ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിൽ, ഈ സജീവമായ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ എനിക്കിടയായതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ഇവിടേക്ക് വിളിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സന്തോഷവും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഒരിക്കലൊരു സുവിശേഷ യോഗത്തിൻ്റെ സമാപന രാത്രിയിൽ 4 ദിവസവും പ്രസംഗിച്ചതായ ദൈവദാസൻ പള്ളിയുടെ സൈഡ് റൂമിലിരിക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്ത ഒരുപറ്റം വിശ്വാസികൾ അദ്ദേഹത്തെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, സാറേ, ഈ വർഷത്തെ കൺവെൻഷൻ വളരെ അനുഗ്രഹകരമായിരുന്നു, വളരെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലാണ്. പക്ഷേ നാളെ തിങ്കളാഴ്ചയാകുമ്പോൾ ഞങ്ങൾ അങ്ങ് മറന്നുപോകും. ഞായറാഴ്ചയാണ് കൺവെൻഷൻ അവസാനിക്കുന്നത്. തിങ്കളാഴ്ചയാകുമ്പോൾ ഞങ്ങൾ മാനസാന്തരപ്പെട്ടതാണെന്നൊക്കെ അങ്ങ് മറന്നുപോകും. ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അയൽപക്കത്തെ കോഴി ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന കണ്ടാൽ മതി, ഞങ്ങൾക്ക് ദേഷ്യം വരും, മാനസാന്തരം പോകും. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും മാനസാന്തരം പോകാതെ മാനസാന്തരപ്പെട്ടവരാണെന്ന് മറക്കാതിരിക്കാനുള്ള എന്തെങ്കിലും എളുപ്പമാർഗം പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, 4 ദിവസം എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞാണ്, ഇനി എന്തുവാ. എന്നാലും അദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നുകൊണ്ട് അവർക്കൊരു സന്ദേശം കൊടുത്തത് ഞാൻ നിങ്ങൾക്കൊരു നവവത്സര സന്ദേശമായിട്ട് പറയുകയാണ്. യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യുദ്ധത്തിന് പുറപ്പെടുന്ന നാവികസേനയ്ക്ക് എൻ്റെ സുപ്രീം കമാൻഡർ കൊടുക്കുന്ന സന്ദേശമാണ്. യുദ്ധം പ്രഖ്യാപിച്ചു, നാവികസേന ഒരുക്കപ്പെട്ട് കഴിഞ്ഞ് പുറപ്പെടുകയാണ്. തൊട്ട് മുമ്പ് അദ്ദേഹം പറയുന്ന ആ സുപ്രീം കമാൻഡർ കൊടുക്കുന്ന ഒരു സന്ദേശം, വലിയ യുദ്ധക്കപ്പലിലാണ്, ആധുനികങ്ങളായ എല്ലാ യുദ്ധ സാമഗ്രികളോടും ആയിരക്കണക്കിന് സഹപടയാളികളോടും കൂടിയാണ് നിങ്ങൾ യുദ്ധത്തിന് പോകുന്നതെങ്കിലും അന്തർവാഹിനിയിൽ വന്ന് നിങ്ങളെ തകർക്കുവാൻ കെൽപ്പുള്ള ശത്രുക്കളുണ്ട് എന്നോർത്തോണം. ശത്രുക്കളെക്കുറിച്ചുള്ള ഓർമ്മ വേണം. 2, കപ്പലുകളെല്ലാം കേടുപോക്കിയതായിരിക്കണം. കേടുള്ള കപ്പലും കൊണ്ട് യുദ്ധത്തിന് പോയാൽ പരാജയപ്പെടും. റിപ്പയറിങ് കഴിഞ്ഞ കപ്പലുകളെ പങ്കെടുക്കാവുള്ളൂ. 3, കപ്പലുകളൊന്നും ഒറ്റ തിരിഞ്ഞു പോകരുത്, കൂട്ടം കൂട്ടമായിട്ട് പോകണം. 4, എല്ലാ കപ്പലിനും ഒരു കമാൻഡർ ഉണ്ടെങ്കിൽ സുപ്രീം കമാൻഡറിൻ്റെ ആജ്ഞ അനുസരിക്കാൻ എല്ലാവരും തയ്യാറായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ചോദ്യം സാറിന് പിടികിട്ടിയില്ല, സാറിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് ഒട്ടും പിടികിട്ടിയില്ല, ഞങ്ങളാരും യുദ്ധത്തിനൊന്നും പോകുന്നില്ല. ഞങ്ങൾ ചോദിച്ചത് എന്താണ്, ഈ വിശ്വാസ ജീവിതത്തിൽ വീഴാതിരിക്കാനുള്ള കാര്യമാണ്. അദ്ദേഹം അതിന് കപ്പൽ യുദ്ധമൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, പ്രിയപ്പെട്ടവരെ, നാം ഇറങ്ങിയിരിക്കുന്നത് ഒരു യുദ്ധക്കളത്തിലേക്കാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും വീഴിക്കേണ്ടതിന് കെണികളൊരുക്കി കാത്തിരിക്കുന്ന ശത്രുവിനെക്കുറിച്ചുള്ള ഓർമ്മ. നമ്മളാരും ഉദ്ദേശിക്കുന്നവരല്ല നമ്മുടെ ശത്രുക്കൾ. വമ്പന്മാർ വീണു പോയിട്ടുള്ള ഒരു പോർക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നവരാണ് നമ്മൾ. അനേകർ പട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പോർക്കളത്തിൽ വീഴാൻ നിൽക്കണമെങ്കിൽ ശത്രുവിനെക്കുറിച്ച് ഓർക്കണം. 2, കപ്പലുകൾ കേടുപോക്കിയതായിരിക്കണം. എന്തിനാണ് ഇങ്ങനെയുള്ള സുവിശേഷ യോഗങ്ങൾ ക്രമീകരിക്കുന്നത്? ഇപ്പോൾ ഈ ഭദ്രാസനത്തിൽ അല്പസ്വല്പം കേടുപാടുള്ള നിങ്ങൾ മാത്രമേ ഉള്ളൂ, യോഗ്യന്മാരൊന്നും വന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ കേട്ടതാണ്. അപ്പോൾ റിപ്പയറിംഗ് എന്ന് പറയുന്ന ദൈവവചനമാണ് നമ്മളെ റിപ്പയർ ചെയ്യുന്നത്. വചനം ഒരു കണ്ണാടിയാണെന്ന് കേട്ടിട്ടുണ്ടല്ലേ? എന്ത് കണ്ണാടിയാണ്? മുഖത്ത് വെക്കുന്ന കണ്ണാടിയല്ല. മുഖത്തെന്തിനാ കണ്ണാടി വെക്കുന്നത്? മുഖത്ത് കണ്ണാടി വെക്കുന്നത് മറ്റുള്ളവൻ്റെ കുറവ് വലുതായിട്ട് കാണാനാണ്, അല്ലേ? മറ്റുള്ളവരെ വലുതായിട്ട് കാണാനാണ്. എന്നാൽ ഇത് മിററാണ്. മിററെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കാണുന്ന, വചനമാകുന്ന കണ്ണാടി എന്ന് പറയുന്നത് നമ്മളെ തന്നെ കാണുന്നത്. അപ്പോൾ വചനം കേൾക്കുമ്പോഴാണ് റിപ്പയറിങ് നടക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളിങ്ങനെ അതിനെ ഈ കൺവെൻഷനൊക്കെ നടത്തുന്നത്. മാരാമൻ കൺവെൻഷനൊക്കെ തുടങ്ങിയത് അങ്ങനെയാണ്. മാർത്താമ്മ സഭ ഒന്നുമില്ലാതിരുന്ന കാലത്ത്, കണ്ണുനീരിൻ്റെ കാലത്ത് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, ദൈവവചനം കേൾക്കുവാൻ, തിരുത്തപ്പെടുവാനാണ്
ആറന്മുള സത്രക്കടവിൽ ഒരു പരമ്പിട്ട് തുടങ്ങിയ കൺവെൻഷനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ, മാരാമൺ കൺവെൻഷൻ. അതുകൊണ്ട് വചനം നടത്തുന്നത് പെരുന്നാളുകൾ നടത്തുന്നത് പോലെയല്ല, രൂപാന്തരീകരണം നടക്കും. ആർക്ക്? ഇന്നത്തെ പ്രസംഗം നമ്മുടെ പൊന്നമ്മയ്ക്കിട്ടായിരുന്നു പറയാൻ വേണ്ടിയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രൂപാന്തരം നടക്കണം. വചനമാണ് രൂപാന്തരപ്പെടുത്തുന്നത്. 3, ഒറ്റ തിരിഞ്ഞു പോകരുത്, കൂട്ടം കൂട്ടമായിട്ട് പോകണം. ക്രിസ്ത്യ ജീവിത വിജയത്തിന് കൂട്ടായ്മ വേണം. അന്യോന്യം ഭാരങ്ങളെ ചുമക്കുന്ന കൂട്ടായ്മ സംഘങ്ങളുണ്ടോ? നമുക്ക് ആളുകൾക്ക് സേവികാ സംഘത്തിന് പോകാനാണോ ഇഷ്ടം, കുടുംബശ്രീക്ക് പോകാനാണോ? സേവികാ സംഘത്തിന് 4 പേര് കൂടും, 5ാമത് വരാത്ത ഒരാളെ കുറ്റം പറഞ്ഞു വെച്ചു പോകും. കുടുംബശ്രീക്കാണ് എന്താളാണ് പോകുന്നത്, അവിടെ പരിപ്പുവടയില്ല, ചായ ഇല്ലെങ്കിലും എന്താളുകളാണ് പോകുന്നത്. അവിടെ ഒരു കൂട്ടായ്മയുടെ സ്പിരിറ്റാണ്. നമുക്ക് അന്യോന്യം ഭാരങ്ങളെ വഹിക്കുന്ന കൂട്ടായ്മ സംഘങ്ങൾ വേണം. ക്രിസ്ത്യ ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. 4, ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരായി ജീവിക്കണം ജീവിത വിജയത്തിന്. ഇതൊരു നവവത്സര സന്ദേശം ഞങ്ങൾ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. എൻ്റെ വാക്കുകളല്ല, C.S. ലൂയിസിൻ്റെ വാക്കുകളാണ്. C.S. ലൂയിസ് എന്ന് പറഞ്ഞ മഹാനായ ക്രൈസ്തവ ചിന്തകൻ്റെ വാക്കുകളാണ് നിങ്ങൾ ഓർപ്പിച്ചത്. നമ്മുടെ ഇന്നത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും വായിക്കും. മതി. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എത്ര വേഗമാണ് കഴിഞ്ഞ വർഷം കടന്നുപോയത്. ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 1/4 നൂറ്റാണ്ട് കടന്നുപോയിരിക്കുന്നു. വളരെ വേഗം ആയുസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ജീവിതം, ഒരു യാത്രയാണ്. എന്ത് യാത്രയാണ്? ഇതൊരു വിനോദയാത്രയല്ല. ലൈഫ് ഈസ് നോട്ട് എ പിക്നിക്. ഇത് അടിച്ചു പൊളിച്ച് തിന്ന് കുടിച്ച് മതിച്ച് രസിച്ച് തീർക്കാനുള്ളൊരു വിനോദയാത്രയല്ല. പിന്നെ ഇത് കരഞ്ഞു തീർക്കാനുള്ള വിലാപയാത്രയുമല്ല. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്ന കാര്യമല്ല. ഇതൊരു തീർത്ഥയാത്രയാണ്. ലൈഫ് ഈസ് എ പിൽഗ്രിമേജ്. ഇതൊരു തീർത്ഥാടനമാണ്. തീർത്ഥയാത്രയുടെ പ്രത്യേകത എന്താണ്? അവർക്ക് എത്തിച്ചേരുവാനായിട്ടൊരു ഇടമുണ്ട്. തീർത്ഥാടകർ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ തെറ്റിച്ചാൽ ഇവിടെ എത്താനായിട്ട് സാധിക്കത്തില്ല. ഇടവക എന്നുള്ള പദത്തിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥം ഗ്രൂപ്പ് ഓഫ് പിൽഗ്രിംസ് എന്നാണ്, തീർത്ഥാടക സമൂഹമെന്നാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും തീർത്ഥാടകരാണ് ആ ജീവിത വിജയത്തിന്. അതുകൊണ്ട് എങ്ങനെ ജീവിതം വിജയകരമാക്കാം എന്ന് പറയുന്ന വേദഭാഗമാണ് നമ്മളോട് വായിച്ചത്. ആകയാൽ നാമും സാക്ഷികളുടെ ആകയാൽ therefore എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ 11-ാം അധ്യായത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം വെസ്റ്റ്മിനിസ്റ്റർ ആബി ഓഫ് ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. വെസ്റ്റ്മിനിസ്റ്റർ ആബി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ മഹാന്മാരെ അടക്കം ചെയ്തിരിക്കുന്ന സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ്. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അവിടെയൊക്കെ പോയിരുന്നു. ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിലെ പിതാക്കന്മാരുടെ നിര്യാണ വാർത്ത ചേർത്തിരിക്കുന്ന അധ്യായമായതുകൊണ്ടാണ് വെസ്റ്റ്മിനിസ്റ്റർ ആബി ഓഫ് ബൈബിൾ എന്നീ അധ്യായം അറിയപ്പെടുന്നത്. 16 വിശ്വാസ വീരന്മാരുടെ പേരാണ് അതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത്, 2 വനിതകൾ ഉൾപ്പെടെ. 21 പ്രാവശ്യം വിശ്വാസത്താൽ എന്ന അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യായം നമ്മൾ പഠിക്കുകയാണ്. 11-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ നമുക്കിതിലെ സംശയങ്ങൾ വരും. മർത്തമ്മക്കാർക്ക് പിന്നെ അങ്ങനെ വേദപുസ്തകത്തിൽ സംശയങ്ങളൊന്നുമില്ല, ഉണ്ടോ? നമുക്കെല്ലാം അറിയാം. പക്ഷേ എന്നിട്ട് ആരെങ്കിലും വന്ന് 4-5 വാക്യം കൂട്ടി വചനം പഠിക്കണം, അവിടെ പോകണമെന്ന് പറയുകയും ചെയ്യും. 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ചില ആളുകൾ ഇതിൻ്റെ അകത്തില്ല. ഇതിൻ്റെ അകത്ത് കാണും എന്ന് നമ്മൾ യെരൂശലേം ദേവാലയം പണിത ശലോമോൻ്റെ പേര് അതിൻ്റെ അകത്തില്ല. എന്നാൽ ഒരിക്കലും ഇതിൻ്റെ അകത്ത് കാണുകയില്ലെന്ന് വിചാരിച്ച റാഹാബിൻ്റെയൊക്കെ പേര് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച പലരെ അവിടെ കാണുന്നില്ല, വിചാരിക്കാത്ത പലരെ അവിടെ കാണുന്നു. ഓർത്തഡോക്സ് സഭയിലെ ഒസ്താത്യോസ് തിരുമേനി ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 2-3 കാര്യങ്ങളാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത്. ഒന്ന്, ഇവിടെ കാണുമെന്ന് ഞാൻ വിചാരിച്ച പല പുള്ളികളെയും കാണുന്നില്ല. ഈ ഭൂമി എവിടുത്തെ ഓട്ടമൊക്കെ ഇവർ മിക്കവാറും അവിടെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അവിടെ എത്തിയിട്ടില്ല. ഒരിക്കലും അവിടെ എത്തുകയെന്ന് വിചാരിച്ച പല പുള്ളികളും അതിലേക്ക് നടക്കുന്നു. 2-ാമത്തെ ആശ്ചര്യം അതാണ്. 3-ാമത്തെ ആശ്ചര്യം ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ ഈ വിശ്വാസ സമൂഹത്തിൻ്റെ പേര് ചേർത്തിട്ട് പറയാൻ, ആകയാൽ നാമും സാക്ഷിയുടെ ഇത്ര വലിയൊരു സമൂഹം. മാർത്തോമ്മക്കാര് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. അറിയോ? അറിയാതെ പ്രാർത്ഥിക്കുക. സഭയായിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല.
നമ്മളങ്ങനെ പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്? നമ്മുടെ തിയോളജി, നമ്മുടെ ദൈവശാസ്ത്രം എന്താണ്? വേദപുസ്തകത്തിൻ്റെ ദൈവശാസ്ത്രം എന്താണ്? മരിച്ചവരെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മൾ ദേ ലിവ് ബട്ട് ദേ ഡു നോട്ട് ഗ്രോ എന്നാണ്. അവരിന്നും ജീവിക്കുന്നു, പക്ഷേ അവർ വളരുന്നില്ല, അവർക്ക് പുരോഗമനമൊന്നുമില്ല, അവർ ഓട്ടം ഓടി തികച്ചു. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മരിച്ചവരോടും നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. അതെന്താ? മരിച്ചവരോടും പ്രാർത്ഥിക്കത്തില്ല. അതെന്താ? അതായത് ഈ 11-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം എന്നറിയാമോ? ആരും രക്ഷാപൂർത്തി പ്രാപിച്ചിട്ടില്ല. ഈ 11-ാം അധ്യായത്തിലെ വിശ്വാസ പിതാക്കന്മാരുടെ പേരുകളെ പറഞ്ഞിട്ട് പറയുകയാണ്, ഇവരാരും രക്ഷാപൂർത്തി പ്രാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവരാരും സ്വർഗത്തിൽ പോയിട്ടില്ല. സ്വർഗത്തിൽ ഒരാളെ പോയിട്ടുള്ളത് ആരാണ്? യേശു ക്രിസ്തു. കാരണം നമ്മെ കൂടാതെ ആരും രക്ഷാപൂർത്തീകരണം പ്രാപിക്കത്തില്ല. എന്നാ സ്വർഗം തുറക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് ശേഷം, ന്യായവിധിക്ക് ശേഷം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക എന്ന് അരുളി ചെയ്യുമ്പോഴാണ് സ്വർഗം തുറക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ പോയിട്ടില്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ അച്ഛൻ ഞാൻ തന്നെ പോയിട്ടില്ല, പിന്നെ ഞാൻ നിങ്ങളെ എന്തോ ചെയ്യാനാണ്? അതുകൊണ്ട് നമ്മൾ മരിച്ചവരോട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മുടെ ചില സാമാന്യ അറിവുകളാണ്, നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. എന്നാൽ സഭയെന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും കൂടെ ചേർന്നതാണ്. നമ്മൾ അവരെക്കുറിച്ച് പറയുന്നത് വാങ്ങിപ്പോയവർ എന്നാണ്. എന്നേക്കുമായിട്ടങ്ങ് തീർന്നു പോയിട്ടില്ല, തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയിരിക്കുന്നവരും. അതായത് ചർച്ച് ട്രയംഫൻ്റ് ആൻഡ് ചർച്ച് മിലിറ്റൻ്റ് എന്ന് പറയുന്നത് വിജയിച്ച സഭയും പോരാടുന്ന സഭയും. അവർ വിജയിച്ചു കഴിഞ്ഞു, അവർ പോരാടി ജയിച്ചു. നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് കൂട്ടരും കൂടെ കൂടുന്നതാണ് സഭ. അതുകൊണ്ട് ഈ ജീവിതം വിജയിക്കണമെങ്കിൽ, ഈ ക്രിസ്തീയ ജീവിതം വിജയിക്കണമെങ്കിൽ, സാക്ഷിയുടെ ഇത്ര വലിയൊരു സമൂഹം, ഈ പേര് പറഞ്ഞിരിക്കുന്ന വിശ്വാസ വീരന്മാർ, അവരുടെ ജീവിതം നമ്മൾ മാതൃകയാക്കണം. ഞാൻ ദക്ഷിണ കൊറിയയിൽ ഉപരിപഠനം നടത്തിയിട്ടുള്ള ആളാണ്, തിയോളജി മിഷൻ. എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ വല്യപ്പച്ചൻ മരിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു ബാച്ചിനെ അവിടെ കൊണ്ടുപോയി. വളരെ ദൂരെ ഒരു സ്ഥലത്താണ്, 200 കിലോമീറ്റർ ദൂരെ ഗ്രാമത്തിലാണ്. അടക്കമൊക്കെ കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ ചെന്ന്. ഞങ്ങളുടെ ഒരു പ്രൊഫസറൊക്കെ ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, അതൊരു മരണ വീടാണെന്ന് ആരും പറയത്തില്ല. അവിടെ ഭയങ്കര പാട്ടും ബഹളവും ഊണും. അപ്പം ഞാൻ ഞങ്ങളുടെ പ്രൊഫസറോട് ചോദിച്ചു, ജർമ്മൻകാരനാണ്, അദ്ദേഹത്തോട്, ഇതെന്തോ ഇങ്ങനെ, ഇത് കല്യാണ വീടാണോ? അല്ല, കല്യാണ വീടല്ല, ഇത് മരണ വീടാണ്. പ്രസ്ബിറ്റേറിയൻ സഭയിൽ ഒരു വിഭാഗം അങ്ങനെയാണ്, മരിച്ചത് ആഘോഷിക്കുകയാണ്. അതായത് ഈ വല്യപ്പച്ചൻ സാക്ഷിയുടെ സമൂഹത്തിൽ ചേർന്നതിൻ്റെ ആഘോഷമാണ്. അങ്ങനെയാണ് അവർ മരണത്തെ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ജീവിതയാത്രയിൽ മടുപ്പ് തോന്നുമ്പോൾ, മടുപ്പ് തോന്നാറുണ്ടോ? ജീവിതയാത്രയിൽ മടുപ്പ് തോന്നാറുണ്ടോ? വേദന വരുമ്പോൾ കർത്താവേ എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്ന് വിചാരിക്കാറില്ലേ? ഇല്ലേ? യേശു ക്രിസ്തു വിചാരിച്ചു, പിന്നാണോ നിങ്ങൾ? ചിലർക്ക് അതൊക്കെ സമ്മതിക്കാൻ വലിയ, ഞങ്ങളങ്ങനൊന്നുമല്ല, ഞങ്ങൾക്കങ്ങനെ തോന്നാറില്ല. യേശു ക്രിസ്തുവിന് തോന്നി, പിതാവേ എന്നെ കൈവിട്ടത് എന്ത്? യേശുവിന് വരെ തോന്നിയില്ലേ? അങ്ങനെ തോന്നുന്ന ഒരു അത് മക്കളുടെ അവകാശമാണ്. എന്നെ കൈവിട്ടത് എന്താണെന്ന് ചോദിക്കാൻ, സംശയിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ വേദനിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സാക്ഷികളുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം. നമ്മളെക്കാൾ വേദനിച്ചവരാണ് ഇവരൊക്കെ. ഈ ഓട്ടം ഓടി തികച്ചവരൊക്കെ നമ്മളെക്കാൾ വേദനിച്ചവരാണ്. അപ്പോൾ അവരെങ്ങനെയാണ് അവരുടെ ജീവിതത്തെ കൈകാര്യം ചെയ്തത്? വള്ളംകളിക്ക്, ഞാൻ വള്ളംകളി പ്രിയനാണ്, വള്ളംകളിക്ക് പോകാറുണ്ട്. ആറന്മുള വള്ളംകളിക്കല്ല, അതിന് വള്ളംകളി അല്ലല്ലോ, കുട്ടനാടൻ വള്ളംകളിക്ക് വേണ്ടി വാശിയുള്ള വള്ളംകളിക്ക് പോകും. 3 തൈക്കൽ അച്ചൻകുഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ഗബ്രിയേൽ ചുണ്ടൻ്റെ ഉടമസ്ഥനാണ്. ഞങ്ങൾ വലിയ കൂട്ടുകാരാണ്. ഞാൻ ആ ചുണ്ടനെ പേരിട്ടതും പ്രാർത്ഥിച്ച് ഇറക്കിയതും ഒക്കെ. അപ്പം വള്ളംകളി കഴിയുമ്പോൾ അദ്ദേഹം വന്ന് എന്നെ നെഹ്റു ട്രോഫിയൊക്കെ കണ്ട് കാണിച്ചിട്ടാണ്. അദ്ദേഹം വള്ളംകളിയെക്കുറിച്ചൊക്കെ വിവരിക്കും. അതേ വെച്ചാൽ വള്ളം ഇങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് ഒരുപോലെ നിൽക്കും. പകുതിയാവുമ്പോൾ ഞങ്ങളൊന്ന് നോക്കും, വള്ളം ഒരുപോലാണ്, പിന്നെ ഒറ്റ പിടിപ്പീരാന്ന് പറഞ്ഞു. പിന്നെ ഒട്ട് 1300 മീറ്റർ നീളമുള്ള നെട്ടായത്തിൽ പകുതി വരെ 500 മീറ്റർ ഞങ്ങളിനെ ഉഴപ്പിയത്, പിന്നെ ഒറ്റ പിടിപ്പീരാണ്. പിന്നെ ഒന്നും നോക്കുകയില്ല. പിന്നെ നോക്കിയാൽ ജയിക്കത്തില്ല, അടിച്ചങ്ങ് മിന്നുകയാണ്. എന്നെ ഇവിടെ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേര് പകുതി കഴിഞ്ഞതാണ്. ഇനി ഇപ്പം നമുക്ക് ഉഴപ്പാനൊന്നും സമയമില്ല, അടിച്ച് കുത്തിയൊക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കരയ്ക്കുന്ന ഇങ്ങനെ ആർപ്പിടുമ്പോൾ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്കൊരു വലിയ ശക്തി വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം മടുക്കുമ്പോൾ ഞാൻ എങ്ങനെ നാളത്തെ അഭിമുഖീകരിക്കും, ഞാൻ എങ്ങനെ രോഗത്തെ അഭിമുഖീകരിക്കുന്നു ഭാരപ്പെടുമ്പോൾ, കടഭാരം എങ്ങനെ അഭിമുഖീകരിക്കുന്നു ഭാരപ്പെടുമ്പോൾ, ഈ വിശ്വാസിയുടെ ജീവിതം മാതൃകയാക്കണം. അപ്പോൾ നമുക്കൊരു വലിയ പ്രചോദനം, ഇൻസ്പിറേഷനാണ്. ഈ ജീവിതം വിജയിക്കണമെങ്കിൽ നമുക്ക് ഇവരുടെ ജീവിതം മാതൃകയാക്കണം. ഒന്ന്. രണ്ടാമത് പറയുന്നത്, പാപം ഉപേക്ഷിക്കണം. മുറുകെ പറ്റുന്ന പാപം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾക്ക് പാപമെന്ന് പറഞ്ഞാൽ പോലും എന്തോന്ന് അറിയത്തില്ല.
എന്തോ പാപം? ലക്ഷ്യം തെറ്റിയുള്ള ജീവിതമാണ്. എത്തേണ്ടിടത്ത് എത്താതിരിക്കുന്നതാണ് പാപം. നമ്മൾക്ക് വേണ്ടി ദൈവം ഒരു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ദൈവത്തോടുകൂടെ ഏദൻ തോട്ടത്തിലായിരിക്കാണ് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ, അവിടെ നിന്ന് പുറത്തായതാണ് പാപം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ആ സാത്താൻ്റെ വശീകരണങ്ങളിൽപ്പെട്ട് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതാണ് പാപം. ലക്ഷ്യം തെറ്റി ജീവിക്കുന്നത് പാപമാണ്. 10ാം ക്ലാസ്സിൽ തോക്കുന്നത് പാപമാണ്. കാരണം 9ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചത് 10 ജയിക്കാൻ കഴിവുണ്ടായിട്ടല്ലേ. അതുകൊണ്ട് അതൊക്കെ പാപമാണ്. എത്തേണ്ടിടത്ത് എത്താതിരിക്കുന്നതാണ് പാപം. ലോകത്തിലെ എല്ലാ മതങ്ങളും, ലോകത്ത് 4000-ൽ പരം മതങ്ങളുണ്ട്. 800 കോടി ജനങ്ങൾ 4000 മതങ്ങളായിട്ട് വിഭാഗിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ തന്നെ 20 പ്രധാന മതങ്ങളുണ്ട്. എല്ലാ മതങ്ങളും പറഞ്ഞ് ഞങ്ങളുടെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് മോക്ഷം പ്രാപിക്കാം, സ്വർഗത്തിൽ പോകാം. എല്ലാ മതങ്ങളും നല്ല കാര്യമാണ് പറയുന്നത്. മോശപ്പെട്ട കാര്യം പഠിപ്പിക്കുന്നത് ഒരു മതങ്ങളും ഇല്ല. എന്നാൽ മനുഷ്യനിർമ്മിതമായ എല്ലാ മതങ്ങളും പരാജയപ്പെട്ടിടത്ത്, പാപത്തിൽ വശീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, പാപത്തിന് അധീനപ്പെട്ട് കഴിഞ്ഞപ്പോൾ, മനുഷ്യനിർമ്മിതമായ ഒരു മതങ്ങൾക്കും മനുഷ്യനെ ദൈവസ്ഥനെ തിരികെ കൊണ്ടെത്തിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാലസമ്പൂർണതയിൽ, ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം, കഴിഞ്ഞ ആഴ്ച ക്രിസ്മസ് ആയിരുന്നു, കാലസമ്പൂർണതയിൽ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവനിലൂടെ ലോകത്തെ വീണ്ടെടുത്തു. അത് പാപം പൊറുക്കുവാൻ, പാപം ക്ഷമിക്കുവാൻ ലോകത്തിൽ വേറൊരു ശക്തിയുമില്ല, വേറൊരു വ്യക്തിയുമില്ല. യേശു എന്ന നാമമല്ലാതെ വേറൊരു വ്യക്തി, ആകാശത്തിന് കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് പാപം ഉപേക്ഷിക്കണം. പാപം വെച്ചുകൊണ്ട് ദൈവത്തോട് യാത്ര സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രഹസ്യ പാപമായിക്കൊള്ളട്ടെ, പരസ്യ പാപമായിക്കൊള്ളട്ടെ, ഇത് വെച്ചുകൊണ്ട് ദൈവത്തോട് യാത്ര സാധ്യമല്ല. ഒന്നുകിൽ പാപം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റും, അല്ലെ ദൈവം നിന്നെ പാപത്തിൽ നിന്ന് അകറ്റും. പാപം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റും, അല്ലെ ദൈവം നിന്നെ പാപത്തിൽ നിന്ന്. അതായത് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് ചിന്തിക്കുക, പാപഭാരം വെച്ചുകൊണ്ടാണോ നാം ജീവിക്കുന്നത്? പാപം ഉപേക്ഷിക്കണം. ഹൈന്ദവ മതത്തിലാണെങ്കിൽ 2 ന്യായങ്ങളാണ് ഈ പാപമോചനത്തിനുള്ളത്. ഒന്ന് മർക്കട ന്യായം. മർക്കടൻ എന്ന് പറഞ്ഞാൽ എന്നാ? ഉറക്കെ പറ. ഉറങ്ങാണ് കുരങ്ങൻ. കുരങ്ങ് അതിൻ്റെ പിള്ളേരെയും കൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? തള്ളക്കുരങ്ങ് ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലോട്ട് ചാടുമ്പോൾ ഈ കൊച്ചു കുരങ്ങ് വേണേ പിടിച്ചിരുന്നോണം. അള്ളി പിടിച്ചിരുന്നാൽ നിനക്ക് അക്കരെ എത്താം. തള്ളയൊന്നും ചെയ്യത്തില്ല. വേണേ നീ പിടിച്ചിരുന്നോണം, അള്ളി പിടിച്ചിരുന്നോണം. അതാണ് മർക്കട ന്യായം. വേറെ ന്യായമുണ്ട് മാർജാര ന്യായം. മാർജാരനാരാ? പൂച്ച. പൂച്ച എങ്ങനെയാണ് പിള്ളേരെ കൊണ്ടുവന്നേ? കൊച്ചൊന്നും ചെയ്യണ്ട, തള്ള പിടിച്ചോളൂ. കൊച്ചൊന്നും ചുമ്മാ ഇരുന്ന് കൊടുത്ത് വെച്ചാൽ മതി. ഇതാണ് ഹിന്ദു മതത്തിലെ മർക്കട ന്യായവും മാർജാര ന്യായവും രക്ഷകൾ. എന്നാൽ വേദപുസ്തകം പറയുന്നത് എന്താണ്? നീ പാപം ഏറ്റുപറയുന്നുവെങ്കിൽ പാപം ക്ഷമിക്കുവാൻ തക്കവണ്ണം ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതം ഒരു പാപമോചനത്തിൻ്റെ പ്രഭാതമാകണം. പാപം വെച്ച് ജീവിതയാത്ര വിജയിക്കണമെന്നുണ്ടെങ്കിൽ പാപം എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലേ? ഉണ്ടോ? ഇങ്ങനെ ഒരുപാട് പാപമോചനത്തിന് വേണ്ടി അവിടെ ഇവിടെ ഓടി നടന്നൊരു പിതാവിൻ്റെ മകനാണ് ഞാൻ. അച്ഛൻ പറഞ്ഞല്ലോ, സാക്ഷ്യം പറയുമായിരിക്കുന്നു. 2 വാക്കുകളെ പറയത്തുള്ളൂ. 14 വർഷം ശബരിമലയിൽ പോയി നോക്കി. പാദഹരി പാപഹര. എൻ്റെ പിതാവ് ഒരു ഹൈന്ദവനാണ്, നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. എൻ്റെ അമ്മച്ചി നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. അമ്മച്ചി വൈകിട്ട് നാമം ജപിക്കുന്ന അരകത്തിൽ നിന്നെ കരകയറ്റിയിടണേ തിരുവയ്ക്കം വാഴു ശിവശംഭു. ഒരു കാര്യമുണ്ട്, ഹിന്ദുക്കളുടെ വീട്ടിലൊക്കെ വൈകിട്ട് ദീപം കൊളുത്തി നാമം ജപിക്കും. നമ്മുടെയൊക്കെ വീടുകളിലോ അർച്ചന ചേച്ചി, ഉണ്ണിക്കണ്ണൻ, ഇതൊക്കെയാണ് നമ്മുടെ വീടുകൾ. ഹിന്ദു വീടുകൾ നല്ല ന്യായം ഇതൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും വിചാരിക്കും, ദേവകിയമ്മയ്ക്ക് എന്താ എത്ര നരകം? പണമുണ്ട്, പ്രതാപമുണ്ട്, പിന്നെ എത്ര നരകം? എൻ്റെ പിതാവ് ഒരു അമിത മദ്യപാനിയായിരുന്നു. അമിത എന്നൊന്നും പറയണ്ട, മദ്യപാനി അമിതമല്ല ഉള്ളു. മിത മദ്യപാനിയുണ്ടോ? കോട്ടായ കുടിക്കൂ, അതൊക്കെ ചുമ്മാ പറയാണ്. കുടിയനാണ്, മുതുകുടിയനാണ്. അതുകൊണ്ട് ഈ ലോകത്തിലൊരു നരകമുണ്ടെങ്കിൽ അത് MC ശ്യാമലച്ചൻ്റെ വീടെന്നല്ല, കുടിയൻ്റെ വീടാണ്. ഇപ്പോൾ കുടിയനെന്ന് പറഞ്ഞപ്പോൾ ചിലരുടെയൊക്കെ, നിങ്ങളുടെ മനസ്സിൽ ചിലരുടെയൊക്കെ ഓർമ്മ വന്നില്ലേ? ജോറൂട്ടി, കോവാലൻ, പാക്കരൻ, തോമ്മ. അതെ, കുടിച്ച് തുണിയില്ല വഴി കിടക്കുന്ന പാവങ്ങൾ മാത്രമല്ല കുടിയൻ. ബാറിൽ പോയി കുടിക്കുന്നവനും, ക്ലബ്ബിൽ പോയി കുടിക്കുന്നവനും, ഓട്ടോക്കാരനെ വിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കുന്നവനും, ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ബെവറേജിന് പോയി വാങ്ങിച്ച് കുടിക്കുകയൊക്കെ കുടിയനാണ്. അവനെയൊക്കെ നമ്മൾ കൗൺസിൽ മെമ്പറും ആക്കും, മണ്ഡലവും ആക്കും, അത് ഇതുമാക്കും. മറ്റവനെ ആക്കുന്നത് ഏത് മണ്ഡലമാണേലും ശരി, ഏത് കൗൺസിലാണേലും കുടിയനാണ്. അവൻ്റെ വീട് നരകമാണ്. മർത്തോമാസഭ ആകുന്ന ഞാൻ ശ്രമിച്ചു ഈ ഇലക്ഷന് മുമ്പ് ഒരു അഫിഡവിറ്റ് എഴുതാൻ.
ഞാൻ കുടിക്കത്തില്ല. അയ്യോ നടക്കത്തില്ല, അത് ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. നരകം. ആ നരകമായിരുന്നു എൻ്റെ വീട്ടിൽ. അതുകൊണ്ട് അമ്മച്ചി അങ്ങനെ നാമം ജപിച്ചു. എൻ്റെ പിതാവ് ഒരു മോചനം ആഗ്രഹിച്ചു. നന്നാകണമെന്ന് ആഗ്രഹമില്ലാത്ത കുടിയന്മാരുണ്ടോ? എല്ലാ കുടിയന്മാരും ഡിസംബർ 31-ാം തീയതി തോമസ് സക്രിയാച്ചൻ എന്തൊരു കുർബാന എന്നറിയാം അച്ഛൻ, നല്ല കുർബാനയാണ് അച്ഛൻ. ഇങ്ങനെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞപ്പം നെഞ്ചത്തടി നിർത്തിയടി. ഇന്ന് തൊട്ട് നിർത്തി. പിള്ളേരുടെ തലയെ കൈവെക്കുന്നു, ഭാര്യയുടെ തലയൊക്കെ എന്തോ ഒരു മാനസാന്തരം. ഇന്നലെ ജനുവരി 6 വരെ നിൽക്കും, ധനഹാപ്പെരുന്നാൾ വരെ. പിന്നെ എഗെയിൻ ശങ്കരൻ കോക്കനട്ട്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന, കർത്താവ് നീ വരുമ്പോൾ ഒരു ജനുവരി 5-ന് മുമ്പായിട്ട് വരണമെന്നാണ്. മദ്യം നമ്മുടെ വീടുകളെ നശിപ്പിക്കുകയാണ്. ആ നരകം. അതുകൊണ്ട് എൻ്റെ പിതാവ് മോചനത്തിന് വേണ്ടി പോയത്. 14 വർഷം ശബരിമല, 12 വർഷം കഴിഞ്ഞാൽ പിന്നെ പെരിയസ്വാമിയാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്ടിതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവം യുഗേ യുഗ. ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് നീതിമാന്മാരെ രക്ഷിക്കാൻ യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുന്ന ദൈവങ്ങളുടെ മുൻപാകെ. എൻ്റെ അപ്പച്ചൻ്റെ പേര് കൃഷ്ണപിള്ള എന്നാണ് അപ്പൂപ്പൻ ഇട്ടതെങ്കിലും നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ച KD കൃഷ്ണപിള്ള എന്നാണ്. ഇനിഷ്യലല്ല, സ്വഭാവം കൊണ്ട് വിളിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന ആൾക്കെന്താണ്? നീതിമാന്മാരെ തേടി വന്ന് ദൈവങ്ങളുടെ അടുത്ത് രക്ഷ. അദ്ദേഹം തിരിച്ചു വന്ന് നോമ്പ് നോറ്റതിന് കേട് തീർത്ത് കുടിക്കാൻ തുടങ്ങി. നാശത്തിൽ നിന്ന് നാശത്തിലോട്ട് പോയി. ഏറ്റവും സങ്കടം, അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്ത് നടന്ന് മദ്യപിച്ച 2 ക്രിസ്ത്യാനികളാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. വേണ്ടാന്ന് പറയത്തില്ല, വാങ്ങിച്ച് കുടിച്ചാൽ കുടിച്ച് സഹായിക്കും. ഒന്ന് മർത്തോമക്കാരനൊന്ന് വേറെ സഭക്കാരൻ. ഒരു ദിവസം കുടിച്ച് വയറ് നേരത്തെ മർത്തോമക്കാരൻ അച്ചായം പറഞ്ഞ്, പിള്ളാച്ച നമുക്കിനൊരു യോഗത്തിന് പോകാം. അല്ലെങ്കിൽ ഇതകത്തി എന്നാണ് യോഗത്തിന് പോകണം. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണ് ഉദിമൂട് ഒലുമല കൺവെൻഷൻ. അന്ന് പ്രസംഗിച്ച് ആരാണെന്ന് അറിയത്തില്ല. തലയെക്കെട്ടും കെട്ടി എളിയിൽ 2 കടാരിയും തിരികെ തെങ്ങേച്ചാരി നിൽക്കുകയാണ്. ഷർട്ടിടാതെ KD കൃഷ്ണപിള്ള, ഇടത്തും 2 ക്രിസ്ത്യാനി കൂട്ടുകാരും തുരുമ്പ് വെളിവില്ലാതെ. ശല്യമൊന്നും ഉണ്ടാക്കുകയില്ല, വെറുതെ പോയി നിൽക്കുകയാണ്. ഒന്ന് വലിയ കൺവെൻഷനാണ് ഒലുമല കൺവെൻഷൻ. ഇന്ന് പ്രസംഗിച്ച് ആരാണെന്ന് അറിയത്തില്ല, പക്ഷേ വാക്യം ഓർമ്മയുണ്ട്. കാണാതെ പോയതിനെ തെന്നി രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നു എന്നുള്ള വാക്യം ആസ്പദമാക്കി അങ്ങോട്ട് പ്രസംഗിച്ച ദൈവദാസൻ. കാൽവറിയിൽ വെളിപ്പെട്ട മഹാസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച ദൈവദാസൻ ദൈവാത്മാവിൻ്റെ നിറവിലായി. പിന്നെ ആരെ പേടിക്കാനാണ്? തെങ്ങേച്ചാരിക്കുന്ന KD കൃഷ്ണയുടെ നെഞ്ചിനേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദര, യേശു നിന്നെയും സ്നേഹിക്കുന്നു. സഹോദര എന്ന് വിളിച്ചപ്പോഴേ പകുതി മാനസാന്തരപ്പെട്ട് കാണും. മദ്യപിച്ച് നിൽക്കുന്നവനെ സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്നതാണ് ദൈവസ്നേഹം. യേശു നിന്നെ സ്നേഹിക്കുന്നു 3 പ്രാവശ്യം പറഞ്ഞു. നിൻ്റെ കുടുംബജീവിതത്തിലേക്ക് യേശു പ്രവേശിച്ചാൽ നിൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. സന്ധിമജകളെ തുളച്ചു കയറും ദൈവത്തിൻ്റെ വചനം എൻ്റെ പിതാവിനെ കീഴ്പ്പെടുത്തി. എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെങ്കിൽ ഒരു ശിഷ്ടായുസ ദൈവത്തിന് വേണ്ടിയെന്ന് പറഞ്ഞ് കടാരിൻ്റെ അന്ധകാലത്തിലേക്ക് വലിച്ചൊരു ദൈവകരങ്ങളിലേക്ക് എടുത്ത് ചാട്ടം വെച്ച് കൊടുത്തു എൻ്റെ പിതാവ്. അന്നെല്ലാവരും പറഞ്ഞു, KD കൃഷ്ണയുടെ മാനസാന്തരം മുറ്റിയാൽ 3 മാസം. അതാ കോഴഞ്ചേരി കീക്കഴൂർ കടമനിട്ട ഭാഗത്തേക്ക് ഒരു പഴഞ്ചൊല്ലായിരുന്നു. KD കൃഷ്ണയുടെ മാനസാന്തരം മുറ്റിയാൽ 3 മാസം. പക്ഷേ ഇപ്പോൾ 68 വർഷമായി. എന്ന് പറഞ്ഞാൽ എൻ്റെ വയസ്സാണ് എൻ്റെ പിതാവിൻ്റെ മാനസാന്തരത്തിന്. ഞാനൊരു വിചിത്ര ജീവിയാണ്. എന്തെന്നറിയാൻ എൻ്റെ പ്രത്യേകത, നായരായി ഉരുവാകുകയും ക്രിസ്ത്യാനിയായി ജനിക്കുകയും ചെയ്ത ഏക അച്ഛനാണ് ഞാൻ ഉരുവായപ്പോൾ എൻ്റെ മാതാപിതാക്കൾ നായന്മാരായിരുന്നു. കൃഷ്ണപിള്ളയും ദേവകിയമ്മയായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ അവർ ക്രിസ്തുദാസ് എലിസബത്തുമായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അന്ധകാര ദൈവം ഞങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. ഞങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേര് മാർത്തോമാ സഭയിലെ സുവിശേഷ പ്രവർത്തനം. ഞങ്ങളുടെ മൂത്തവൻ നമ്മുടെ അച്ഛനാണ്, എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ നമ്മുടെ അച്ഛനാണ്, എൻ്റെ ഇളയ മകൻ സുവിശേഷ പ്രവർത്തനത്തിനാണ്. എല്ലാവരും യേശുവിന് വേണ്ടി ജീവിക്കുകയാണ്. കാരണം അന്ധകാര ദൈവം ഞങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക്. പാപഭാരം നീങ്ങിപ്പോയി. ഈ പാപഭാരം നീക്കാൻ ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല, യേശുവിനല്ലാതെ. പക്ഷെ നമ്മുടെ കുഴപ്പം, മർത്തമ്മക്കാരുടെ കുഴപ്പം, നമ്മളാരും വലിയ പാപികളല്ല. വലിയ പാപികളൊക്കെ എവിടെയെങ്കിലും പോയി മാനസാന്തരപ്പെടും. ഞാൻ അതിനായി ലോകം മുഴുവൻ പ്രസംഗിക്കാൻ പോകുന്നത്. പള്ളിക്കകത്ത് വലിയ ഗുണമില്ലെങ്കിലും മൈക്കൊക്കെ വെളിയിലോട്ട് വെക്കുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടും. ഈ വലിയ പാപത്തെക്കാട്ടി സൂക്ഷിക്കേണ്ടത് കൊച്ചു പാവം. ഇന്ന് വരെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഹിമാലയ പർവ്വതത്തെ തട്ടി വീണ് കാലൊടിഞ്ഞു, വായിച്ചിട്ടുണ്ടോ? സഹ്യപർവ്വതത്തെ തട്ടി വീണ് കൈ ഒടിഞ്ഞു, വായിച്ചിട്ടുണ്ടോ? അതേസമയം ചിലരെല്ലാവരും ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുന്നത്. ഈ കൈ കഴിയുമ്പോൾ ഈ കൈ എന്താണെന്നറിയാം, വീടിന് മുമ്പിൽ ഒരു കൊച്ചു കല്ലുണ്ട്, അത് പിഴുത് കളയത്തില്ല. നമ്മുടെ വലിയ കല്ലുകളെക്കാട്ടി സൂക്ഷിക്കേണ്ടത് നമുക്കൊരു പാപഭാരം വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഫലിതം കലർത്തി പറഞ്ഞാലും പാപം വെച്ചുകൊണ്ടൊരു വിജയകരമായ യാത്ര സാധിക്കത്തില്ല. പാപം ഉപേക്ഷിക്കണം. പാപം ഉപേക്ഷിക്കുമ്പോൾ നോവും. എൻ്റെ പിതാവിനെയും മാതാവിനെയും പടിയടച്ച് പിണ്ടം വെച്ചു. ഇരിക്കപ്പിണ്ടം വെക്കുക എന്ന് പറയുന്നത്, അതായത് ജീവിച്ചിരിക്കുക തന്നെ മരണതുല്യരായി കരുതി തറവാടിന് വെളിയിലേക്ക് ഇറക്കി വിട്ടു. കീക്കഴൂർ, നീ നിന്റെ മക്കളുടെ വഴിയെ തെണ്ടുമെന്ന് പറഞ്ഞു. അത് പാപം മോചിക്കപ്പെടുമ്പോൾ വേദന എടുക്കാം. ആ വേദന എടുക്കാൻ നാം തയ്യാറാകണം. അതായത് ഓരോ പ്രസംഗം നമ്മൾ കേൾക്കുമ്പോഴും ഇത് നമ്മുടെ അവസാനത്തെ പ്രസംഗ കേൾവിയാണെന്ന് ഓർക്കണം.
നമുക്കൊക്കെ ഒരു പ്രശ്നമുള്ളത് നമ്മൾ മാറ്റി വെക്കുക. നമുക്ക് നന്നായി കൊള്ളാവുന്നുണ്ട്, പക്ഷേ കുറച്ച് ഇനിയും കേൾക്കാം. അങ്ങനെ നമുക്ക് അവസരം കിട്ടിയെന്ന് വരത്തില്ല. ഇതെന്നെ പഠിപ്പിച്ചത് ഞാൻ വിദേശത്തൊരിടത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോഴാണ്. വിദേശത്തൊരു പള്ളിയിൽ എന്നെ കൺവെൻഷന് വിളിച്ചു. ഞാൻ പ്രസംഗിക്കാൻ ചെന്നു. വികാരിയച്ഛൻ എന്നെ അങ്ങ് സ്വാഗതം ചെയ്ത് അങ്ങ് പൊക്കി. മാർത്തോമ്മ സഭയുടെ ആനയാണ്, കൂനയാണ്, അഭിമാനമാണ് എന്നപ്പോൾ ഞാനങ്ങ് പൊങ്ങി. പിന്നെ പൊക്കിയാൽ പൊങ്ങണ്ടേ? ഞാനപ്പം പൊങ്ങിയാണ് ഈ പ്രസംഗപീഠത്തിൻ്റെ അവിടെ ഇട്ട് വന്നത്. ഇവിടെ വന്ന് കണ്ണടച്ച് തുറന്നു നോക്കി, ഇവിടെ എഴുതി വെച്ചേക്കുന്നു, ഇത് നിൻ്റെ അവസാനത്തെ പ്രസംഗമായിരിക്കും. നിങ്ങളെന്താ ചിരിച്ചേ? അറിയാൻ ഒക്കുമോ? നിങ്ങളെന്താ ചിരിച്ചേ? അറിയാൻ ഒക്കുമോ? അതാ നമ്മുടെ കുഴപ്പം. നമ്മൾ ചിരിക്കുകയാണ്. അന്ന് തൊട്ട് ആ ഒരു പാഠം പഠിച്ച് പറയാനുള്ളത് പറയണം. ദിസ് മേ ബി യുവർ ലാസ്റ്റ് സെർമൺ. പ്രസംഗിക്കുന്ന ഞാനും വിചാരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് മോചിക്കപ്പെടണം. നോവും വേദനയെടുക്കാതെ, കാരണം മുറിച്ചെറിയുകയല്ലേ ജീവിത പഴക്കം കൊണ്ട് നമ്മുടെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു പാപം. ഞാൻ പലയിടത്ത് പ്രസംഗിച്ചിട്ടുള്ളതാണ്. കായംകുളം കത്തോലിക്ക പള്ളി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം, കത്തോലിക്ക പള്ളിയുടെ വെളിയിൽ വലിയ കൺവെൻഷനാണ്, എക്യുമെനിക്കൽ. ഒത്തിരി ആളുണ്ട്. ഒരു മധ്യഭാഗമായപ്പോൾ ഒരാൾ ഇറങ്ങിപ്പോയി, ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോയി. മലങ്കര കത്തോലിക്ക സഭയിൽ തിരുമേനിയായിരുന്നു അധ്യക്ഷൻ. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു നേങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ കാൽക്കലോട്ടങ്ങ് വീണു. അദ്ദേഹം ചെറുപ്പക്കാരൻ. ഞാൻ പിടിച്ചെഴുന്നേപ്പിച്ച് എന്തായി? ഞങ്ങൾ തിരുമേനിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായി കാണിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട്, അച്ഛൻ പ്രസംഗിച്ചപ്പോൾ ഞാനാണ് ഇറങ്ങിപ്പോയത്. ഞാൻ കത്തോലിക്ക സഭാംഗമാണ്. കണ്ണൂരാണ് എൻ്റെ വീട്. ബാങ്ക് ജോലിക്കാരനാണ്. 1 മാസത്തേക്ക് ഈ ബാങ്കിൽ വന്നാണ് ഞങ്ങളുടെ ഇവിടുത്തെ ബ്രാഞ്ചിൽ. ഇപ്പോഴത്തെ ജോലി കഴിഞ്ഞ് ഹോട്ടലിലോട്ട് പോയപ്പോഴാണ് യോഗം നടക്കുന്നത്. കേട്ടേക്കാവുന്ന കൊണ്ട് കയറിയത് അബദ്ധമായിപ്പോയി. കയറി ഇരുന്നപ്പോൾ തൊട്ട് അച്ഛൻ പറയുന്ന ഓരോ വാക്കും എൻ്റെ നെഞ്ചിന് കൊണ്ടു. അടുത്ത വാചകം അദ്ദേഹം പറഞ്ഞത്, ഞാൻ നന്നായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ നന്നായി പോയാൽ ഇന്ന് ജീവിക്കുന്ന പോലെ എനിക്ക് ജീവിക്കാനൊക്കത്തില്ല. പലരോടും നോ പറയേണ്ടതായിട്ട് വരും. അതെനിക്ക് വലിയ നഷ്ടബോധം ഉണ്ടാക്കി. ആ നഷ്ടബോധം എന്നെ വിമിഷ്ടപ്പെടുത്തി. ആ വിമിഷ്ടത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങിപ്പോയതാണ്. അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അച്ഛാ എന്ന് പറഞ്ഞ് പിന്നെ ഏങ്ങലടിച്ച കാര്യം ചെറുപ്പക്കാരൻ ഞാൻ ഓർക്കുന്നു. ആത്മാർത്ഥമായിട്ട് പാപം ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് വേദനയെടുക്കും. അതുകൊണ്ട് ഈ പ്രഭാതം ഒരു വേദനയുടെ ഒരു പ്രഭാതമായി തീരട്ടെ. ഉപേക്ഷിക്കണം, മുറിച്ചെറിയണം. പാപം ഉപേക്ഷിക്കണം. പാപം വെച്ചുകൊണ്ട് ദൈവത്തോട് യാത്ര സാധ്യമല്ല. പിന്നെന്താ ഉപേക്ഷിക്കേണ്ടത്? ഭാരം എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി, ആകുലചിന്ത മാത്രമല്ല. ഇവിടെ ഉപയോഗിച്ചിട്ടും ഗ്രീക്ക് പദം ഓങ്കോൺ എന്നുള്ള പദമാണ്. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്നാ? ക്യാൻസർ. ഓങ്കോളജി ക്യാൻസറാണ് അല്ലേ? ക്യാൻസർ സംബന്ധിച്ചുള്ള ചികിത്സയാണ് ഓങ്കോളജി. ഓങ്കോൺ എന്ന് പറഞ്ഞിരിക്കുന്ന ക്യാൻസർ. ഇവിടെ ട്യൂമർ മുറിച്ച് കളയണം, ഭാരങ്ങൾ മുറിച്ച് കളയണം. ദൈവത്തോടുള്ള യാത്രയ്ക്ക് തടസ്സമായി കൊണ്ട് നടക്കുന്ന ഭാരങ്ങൾ, ട്യൂമർ മുറിച്ച് കളയണം. എന്തെങ്കിലും ഉണ്ടോ? അന്യോന്യമുള്ള ബന്ധങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? സഹോദര ബന്ധങ്ങൾ, അയൽവക്ക ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? ആ ഭാരം വെച്ചുകൊണ്ട് വിജയകരമായ യാത്ര സാധ്യമല്ല. മാർത്തോമ്മ സഭയിലെ ഒരു പള്ളിയിൽ ഒരു സീനിയർ അച്ഛൻ വികാരിയായിരിക്കുമ്പോൾ ഒരു ഇടവക യോഗത്തിന് അച്ഛനും അവിടുത്തെ ചില ആളുകളും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. രൂക്ഷമായ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. രൂക്ഷമായ ഭാഷ എന്ന് പറഞ്ഞാൽ അസഭ്യമൊന്നുമല്ല, എന്നാൽ ഒരു പള്ളിയിൽ പാടില്ലാത്ത തരത്തിൽ ഉള്ള സംഭാഷണങ്ങളൊക്കെ അവിടെ നടന്നു. അച്ഛനത് വലിയ വേദനയായിപ്പോയി, വിഷമമായി. എങ്കിലും മിനിറ്റ്സൊക്കെ പാസ്സാക്കി. പിറ്റേ ഞായറാഴ്ച അച്ഛൻ വിശുദ്ധ കുർബാനയ്ക്ക് വന്നപ്പോൾ അന്ന് എതിർത്തെ 5 പേര് ഒരുമിച്ചൊരു ബെഞ്ചേലുണ്ട്. അച്ഛന് വിശുദ്ധ കുർബാന ഒരു തരത്തിലെടുക്കാൻ വയ്യ. ആദ്യത്തെ ഭാഗം ഒരു തരത്തിൽ അച്ഛൻ എടുത്തു. 2ാം ഭാഗമായപ്പോഴേക്കും അച്ഛന് നിൽക്കാൻ വയ്യ. കുമ്പസാര പ്രാർത്ഥനയ്ക്ക് മുമ്പായി അച്ഛൻ കാപ്പാസത് ഇറങ്ങി അങ്ങോട്ട് എന്ന് പറഞ്ഞു, സഹോദര എന്നോട് ക്ഷമിക്കണം. വിങ്ങിയാ പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് കുർബാന എടുക്കാൻ വയ്യ, എന്നോട് ക്ഷമിക്കണം. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ 5 പേരും ബെഞ്ചിൽ നിന്ന് ഇറങ്ങി അച്ഛൻ്റെ കാൽക്കൽ വീണു. 6 പേരും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നിങ്ങൾക്കറിയാമോ, ആ 5 പേര് കറിയാർ റോഡിൽ മിഷണറിമാരായിട്ട് പോയി.
ഭാരം ഉപേക്ഷിക്കണം. ഭാരം ഉപേക്ഷിക്കണം. ഭാരം വെച്ചുകൊണ്ട് ജീവിതയാത്ര സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ, നമ്മുടെ തന്നെ ജീവിത ഭാരങ്ങൾ, നിൻ്റെ സകല ചിന്താകുലവും അവൻ്റെ വിട്ടുകൊള്ളുക. അവൻ നിന്നെ മുൻപേ അവൻ്റെ രാജ്യവും, മുൻപേ അവൻ്റെ രാജ്യവും. രാജ്യം ആരുടെ വകയാണ്? രാജാവിൻ്റെ വക. ദൈവം നമ്മുടെ രാജാവാണ്. രാജാവ് ജീവിക്കുന്ന പ്രജകൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളെന്താ ഇവിടെ സന്തോഷമായിട്ട് ഈ തരംഗത്തിലിരിക്കുന്നത്? ഇപ്പം നമുക്കൊരു സ്ട്രോങ് ആയ പ്രധാനമന്ത്രിയുണ്ട്. ഏത് പാർട്ടി ആയിക്കോട്ടെ, നമുക്ക് സ്ട്രോങ് പ്രധാനമന്ത്രിയുണ്ട്. നമ്മളെ സംരക്ഷിക്കാൻ നല്ലൊരു സൈന്യമുണ്ട്. ഇല്ലേ, നമ്മൾ കർത്താവേ ചൈനക്കാർ ഞങ്ങളെ കയറി അടിക്കുമോ? നിങ്ങൾ ഇന്ന് വരെ പ്രാർത്ഥിച്ചോ അതിന്? ഇല്ലല്ലോ, അടിക്കാൻ സാധ്യതയില്ലേ. പക്ഷെ നമ്മളെന്തുകൊണ്ടാണ് നമ്മളെ ഭരിക്കുന്ന അതെവിടെ പറഞ്ഞു, നിങ്ങൾക്കൊരു രാജാവുണ്ട്, നിങ്ങളെ സംരക്ഷിക്കാൻ പ്രാപ്തനായ രാജാവുണ്ട്. അത് അവന് മുൻപേ പ്രിഫറൻസ് കൊടുക്കണം. ആ രാജാവിന് എല്ലാം കഴിഞ്ഞിട്ടല്ല ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലേണ്ടത്, മുൻപേ അവൻ്റെ രാജ്യം അന്വേഷിക്കണം. അതുകൊണ്ട് ആ ഭാരങ്ങളും ഉപേക്ഷിക്കണം. മൂന്നാമത് പറയണം, യേശുവിനെ നോക്കണം. യേശുവിനെ മാത്രം നോക്കണം. നമ്മളൊക്കെ യേശുവിനെ നോക്കും, അവിടെ ഇവിടെ നോക്കും. ചിലർക്ക് സഭ മാറുന്നത് അതുകൊണ്ടാണ്. എൻ്റെ മാതാപിതാക്കളെ സ്നാനപ്പെടുത്തിയതിന് ശേഷം യൂഹാനാൻ തിരുമേനി പറഞ്ഞ ഉപദേശത്തിൽ എൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, പിള്ളേച്ച ഞങ്ങളെ ആരെയും നോക്കല്ലേ, യേശുവിനെ മാത്രമേ. അന്ന് പറഞ്ഞതാണ് യൂഹാനാൻ മാർത്തോമ്മ. മാത്യുസ് തിരുമേനി ഉണ്ടായിരുന്നു. പിള്ളേച്ച ഞങ്ങളെ ആരെയും നോക്കല്ലേ, യേശുവിനെ മാത്രമേ. യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട്. ഞാൻ BD-യുടെ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നത് BA-യുടെ റിസൾട്ട് അറിയുന്നതിന് മുമ്പാണ്. എനിക്ക് MA-ക്ക് പോകണമെന്ന് താല്പര്യം ഉണ്ടാകും. ഞങ്ങളുടെ വികാരിയച്ഛനൊരു സംശയം, ഇവൻ ഇനി പോയി കളയുമോ എന്നും കണ്ട് പേടിച്ച് ഞാൻ അറിയാതെ അന്ന് അച്ഛന്മാരാണ് അപേക്ഷാപാത്രം വരുത്തുന്നത്. BD-യുടെ അപേക്ഷാപാത്രം വരുത്തി, ആണ്ടാ നിനക്ക് ആണ്ട് ഫോം വന്നേക്കെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പൂരിപ്പിച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ ജയിച്ചില്ലല്ലോ. സാരല്ല, നീ ഇൻ്റർവ്യൂ. ഞാൻ ചെന്നപ്പം എൻ്റെ കൂടെ വേറൊരാളുണ്ടായിരുന്നു ജയിക്കാമെന്ന്. ആളോട് പറഞ്ഞു പോയി പരീക്ഷ ജയിച്ചേച്ച് വരെ. എന്നോട് ചോദിച്ചു ജയിക്കുമോ? ഞാൻ പറഞ്ഞു ജയിക്കുമെന്ന്. ഞാൻ ധൈര്യം പറഞ്ഞു ജയിക്കുമെന്ന് പറഞ്ഞു. 21 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ എന്നോട് ആദ്യം ഒരു പാട്ട് പാടാൻ പറഞ്ഞു. എൻ്റെ പാട്ട് കേട്ടപ്പോഴേ നിർത്തിയേക്കാൻ പറഞ്ഞു, ഒരു സ്റ്റാൻസാ മതി എന്ന് പറഞ്ഞു. പിന്നെ അവിടെ പൈലിയച്ചനാണ്, സഫ്രയൻ മർത്തറ പോലത്തെ പൈലിയച്ചനുണ്ടായിരുന്നു. പൈലിയച്ചൻ വളരെ വിദഗ്ധനാണ്. പൈലിയച്ചൻ എന്നോട് ചോദിച്ചു, ശാമുവേൽ, എൻ്റെ പ്രായമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിന്, 21 വർഷമായുള്ളൂ. നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ നിങ്ങളുടെ സ്വത്തും ധനവും സ്വന്തക്കാരെയൊക്കെ വിട്ട് ഇറങ്ങിയതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്നോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ പ്രതാപവും പണവും ഒക്കെ ഉള്ള ഒരു നായർ തറവാട്ടിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ച് ദാരിദ്ര്യം വരിച്ചതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? നിങ്ങൾക്കറിയാം, അന്നൊക്കെ ദാരിദ്ര്യമായിരുന്നു. ആറ് മക്കളും ദാരിദ്ര്യം തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു സുവിശേഷകൻ്റെ ജീവിതം ഇന്നത്തെ കാലത്ത് അന്ന് ദാരിദ്ര്യം തന്നെയായിരുന്നു. എന്നോട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തിരുമേനി, എൻ്റെ 21 വയസ്സിനോടുള്ള ഈ ക്രിസ്ത്യ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ മാതാപിതാക്കൾ അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിന്നത് ചെയ്തേനെ എന്ന് തോന്നുന്നു പറഞ്ഞു. തിരുമേനി പറഞ്ഞു, ഇനി ചോദ്യമൊന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ എന്നെ BD-ക്ക് എടുത്തത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാനൊരിടമുണ്ട്. എൻ്റെ അപ്പച്ചനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ പട്ടിണിയും പൈതാഹമൊക്കെ എങ്ങനെ നേരിട്ടെന്ന് തോന്നി. പറഞ്ഞു, പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പട്ടിണി അന്ന് മാർത്തോമ്മ സഭ ഇതുപോലെ സമ്പന്നമായൊരു സഭയല്ല. മുൻപിലും പിൻപിലും ഇടത്തും വലത്തും ദൈവം തമ്പുരാനുണ്ടായിരുന്നു. അതാണ് വ്യത്യാസം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ 11-ാം അധ്യായത്തിൽ ഒത്തിരി വിശ്വാസവീരന്മാരുടെ പട്ടിക പറഞ്ഞിട്ടുണ്ട്. അതിലൊരാളുടെ കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കേണ്ട. ഒന്ന് ഓർപ്പിച്ചിട്ടതിന് ശേഷം മോശ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 15-ാമത്തെ വാക്യം എന്ന് വായിക്കും. പുറപ്പാട് 17:15. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, യഹോവ നിസി. ഈ വിശ്വാസവീരന്മാരുടെ പട്ടികയിലുള്ള ഒരു പ്രധാന ആളാണ് മോശ. നമുക്ക് പരിചയമുള്ള ആളാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിയ മഹാനാണ് മോശ. മോശ ജനിക്കുന്ന കാലം ഒരു വല്ലാത്ത കാലമായിരുന്നു. എന്തായിരുന്നു? എബ്രായ ബാലന്മാരെല്ലാം കൊല്ലണമെന്ന് രാജാവ് ഓർഡർ ഇട്ട കാലത്താണ്. ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലണം എന്ന് രാജാവ് ഓർഡർ ഇട്ടൊരു കാലത്ത് ജനിച്ചയാളാണ് മോശ. എന്നാൽ നമ്മൾ വായിക്കുന്നത് മോശയുടെ മാതാപിതാക്കൾ അവനെ
സംരക്ഷിച്ചു. അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ ഉണ്ട്. മാതാപിതാക്കൾ അവനെ കൊലയ്ക്ക് വിട്ടുകൊടുക്കാതെ അവനെ സംരക്ഷിച്ചു. മാതാപിതാക്കളുടെ ചുമതലയാണിത്, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക. 3 മാസം ഒളിച്ചു വെച്ചു. 3 മാസം ഒളിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ ഒളിച്ചു വെക്കാൻ ഒക്കാത്ത സമയമായപ്പോൾ അവരെന്താ ചെയ്തത്? ഒരു ഞാങ്ങണ പെട്ടകം ഉണ്ടാക്കി കീലും പശയും തേച്ച് വെള്ളം കയറത്തില്ലെന്ന് ഉറപ്പാക്കി നൈൽ നദിയെ കൊണ്ടിട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ എന്നും നമുക്ക് മടി വെച്ചോണ്ടിരിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ഒരു അമ്മയുടെ മടിത്തട്ടാണ് ഏറ്റവും വലിയ മിഷൻ ഫീൽഡ്. അവരെ യൂണിവേഴ്സിറ്റിയിലേക്ക് വിടണം, പക്ഷെ കീലും പശയും ഒക്കെ തേച്ചേക്കണം. ഈ ലോകത്തിലെ അരുതായ്മ കയറാൻ വളരെ എളുപ്പമാണ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്. മാതാപിതാക്കൾ നിങ്ങൾ ക്ഷമിക്കണം, ഈ തലമുറയിലെ മാതാപിതാക്കൾക്ക് ആ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല. അതുകൊണ്ടാണ് മാർത്തോമാ സഭയ്ക്ക് ഒരു സങ്കടം വന്നിരിക്കുന്നത്. സമർപ്പിക്കപ്പെട്ട യുവതലമുറ നമുക്കില്ലാതാകുന്നു. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഈസ്റ്റ് പരേഡ് പള്ളി പ്രസംഗിക്കാൻ പോയി. ബാംഗ്ലൂർ CSI വലിയ ഇടവകയാണ്. 10 മണിക്കാണ് യോഗം തീരുന്നത്. കാരണം 8 മണിക്കാണ് തുടങ്ങുന്നത്, ജോലിയൊക്കെ ഉള്ളതുകൊണ്ട്. 10 മണി കഴിഞ്ഞ് എന്നെ ഞാനും എൻ്റെ വൈഫും ഉണ്ടാകും, ഞങ്ങളെ ഒരു വീട്ടിൽ ഭക്ഷണത്തിന് കൊണ്ടുപോകണം. ഒരു സ്ഥലമായപ്പോൾ അദ്ദേഹം പറയുക, അച്ഛനും കൊച്ചമ്മ ഇനി കണ്ണടച്ചിരുന്നോണമെന്ന് കുറേ നേരം. ഒരു സ്ട്രീറ്റിലൂടെ പോയപ്പം ഞാൻ എന്താ സാറേ, സോദോം ഗോമോറയാണോ? അല്ല അച്ഛാ, അതിലും കട്ടിയാണെന്ന് പറയാണ്. മ്ലേച്ഛത. അതിലുള്ള 95% മലയാളി പിള്ളേരാണ്. അതിൽ 90% നമ്മുടേതുമായിരിക്കും, യാതൊരു സംശയമില്ല. അച്ഛാ, അവിടെയൊക്കെ ഉള്ളൊരുമാതിരി മാന്യപ്പെട്ടവരല്ല, മാന്യതയുള്ളവരെല്ലാം അവിടെ കിട്ടുന്ന വിലയ്ക്ക് വസ്തു വിറ്റേച്ച് പോകാമെന്ന് പറഞ്ഞു. ജീവിക്കാനൊക്കാത്ത സ്ഥിതിയിലോട്ട് എത്തിയിരിക്കുകയാണ്. കാലത്തിൻ്റെ പുരോഗമനമാണെന്നും പറഞ്ഞുകൊണ്ട് മ്ലേച്ഛത നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ഇടങ്ങളിലേക്ക് കയറരുത്. മക്കളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം. എന്തുമാകാവുന്ന കാര്യം. മക്കളെ പേടിയല്ലേ എല്ലാവർക്കും? നമ്മുടെ പള്ളിയിലൊക്കെ പിള്ളേരിട്ടുകൊണ്ട് വരുന്ന വസ്ത്രം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ചെവിയും കിഴിച്ച്, മൂക്കും കിഴിപ്പോൾ കണ്ണും കിഴിച്ച് ഇട്ടാണ് നടക്കുന്നത്. ഈ ലോകത്തിൻ്റെ മാലിന്യം കയറാതിരിക്കാനായി ശ്രദ്ധിക്കണം. അത് വലിയ മോഡേൺ ആണെന്ന് പറഞ്ഞ് നടക്കരുത്. ഈയിടെ ഒരു കത്തോലിക്ക കൊച്ചിൻ്റെ കഥ നിങ്ങൾ കേട്ടില്ലേ? പാലാ രൂപതയിൽപ്പെട്ട നല്ലൊരു വീട്ടിലെ കത്തോലിക്ക മാതാപിതാക്കൾ പ്രൊഫസേഴ്സാണ്. ഏക മകൾ MBBS പഠിക്കാൻ പോയതാണ്. പോയ വഴിക്ക് അവളെ കയറി പ്രേമിച്ചു. അതിനുവേണ്ടി നടക്കുന്നവരുണ്ട്. അവൻ MBBS ഒന്നുമല്ല, ഒന്നും പഠിക്കുന്നവനുമല്ല, വീഴിക്കാൻ വേണ്ടി നടക്കുന്നു. അങ്ങനെ അവളങ്ങ് വീണു. ഏക മകൾ അവൻ്റെ കൂടെ പോകാനങ്ങ് തീരുമാനിച്ചു. വീട്ടിൽ വന്ന് പറഞ്ഞ് അവർക്ക് ചങ്ക് പൊട്ടിപ്പോയി. എന്നിട്ട് അവൾ വന്ന് പറഞ്ഞു, എനിക്ക് പിതാവിനെ ഒന്ന് കാണണം, തറയിൽ തിരുമേനിയെ. നീ എന്തിനാ കാണുന്നേ? ഞാൻ എന്നാലും എനിക്കൊന്ന് കാണണം, പിതാവിനെ കാണണം. കത്തോലിക്ക പെങ്കൊച്ച. അപ്പോൾ ഞാൻ അമ്മയും കൂടെ പൊക്കി എടുത്തുകൊണ്ട് പോയി അരമനയിൽ. കാര്യങ്ങളൊക്കെ തിരുമേനിയോട് പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, മോളെ നീ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ കൊച്ചി ചോദിച്ചു, തിരുമേനി പിതാവ് എന്നോട് എന്ത് ചെയ്തു ക്ഷമിക്കാൻ? മോളെ, യേശു മാത്രമേ രക്ഷകനുള്ളൂ, നിന്നെ പഠിപ്പിക്കാൻ ഞാൻ മറന്നുപോയി. നിന്റെ സഭ മറന്നുപോയി, നിന്റെ മാതാപിതാക്കൾ മറന്നുപോയി. അന്യജാതിക്കാരനാണ് ചെറുക്കൻ, അതാ ക്ഷമിക്കണമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് തിരുമേനി ചോദിച്ചു, മോളെ അവനെ നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവരരുതോ? അയ്യോ തിരുമേനി, പിതാവേ അവരൊക്കെ സ്ട്രോങ്ങാ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ വീക്ക്. എന്തിനാ ഇങ്ങനെ വീക്കായിട്ടിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ വീക്കായിട്ട്? മാതാപിതാക്കൾ ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ. 15 വയസ്സ് വരെ അവർ പറഞ്ഞാൽ കേൾക്കുമായിരുന്നല്ലോ. അവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. അവനെ ഞാങ്ങണ പെട്ടകത്തിലാക്കി. ഫറവോൻ്റെ മോള് വന്നു, ഇവൻ്റെ സഹോദരിയെ കാവൽ നിർത്തിയിരുന്നു. അവൾ ഓടിച്ചെന്ന് പറഞ്ഞു, ഞാൻ വളർത്താൻ ഒരു അമ്മയെ കൊണ്ടുവരാം, മുല കൊടുക്കാൻ അമ്മ. അങ്ങനെ അമ്മ കൊട്ടാരത്തിലായി 40 വർഷം അവിടെയൊക്കെ ജീവിച്ചു. പിന്നെ അവിടെ ജീവിക്കാനൊക്കാതെ, ഞങ്ങൾക്കറിയാലോ, ഒരു മിസ്രൈമിനെ തല്ലിക്കൊന്നു. അവിടെ നിന്ന് പോയി, മിദ്യാനിൽ പോയി, ഇത്രോ പുരോഹിതൻ്റെ അവിടെ പോയി. അവിടെ ഏകദൈവ വിശ്വാസികളാണ്. അവിടെ വിവാഹമൊക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. 40 വർഷം കൂടെ ജീവിച്ചു. 80 വയസ്സായപ്പോൾ ദൈവം തമ്പുരാൻ അവനെ വിളിച്ചു. ഹോരേബ് പർവ്വതത്തിൽ വെച്ച് വിളിച്ചു. മോശേ, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവിടെ നിലവിളി ഞാൻ കേട്ടു, നീ അങ്ങോട്ട് പോകണം. പിന്നെ എന്തോ മോശ പറഞ്ഞേ? എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല, എനിക്ക് വിക്കുണ്ട്, തടിച്ച നാവുണ്ട്, നിൻ്റെ പേരെന്നാ,
ദൈവത്തോട് ചോദിക്കുക. അവിടെ ഒത്തിരി ദൈവങ്ങളോടന്ന് ഞാൻ നിൻ്റെ പേരെന്തോ എന്ന് പറയേണ്ടത്? ആകെപ്പാടെ അങ്ങ് പ്രശ്നമാണ്. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? എന്തോ വെച്ചാ വിളിക്കുമ്പോൾ അങ്ങ് പോകണം. അതിനു വേണ്ടി ആ വിളിയല്ല. ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെ വേലയ്ക്കായി വിളിച്ചിട്ടുണ്ടോ? ഇതാ നമ്മുടെ കുഴപ്പം. നമ്മുടെ ഒരു മർത്താമാകാരൻ്റെ ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. മിക്കവാറും ഈ ഭദ്രാസനക്കാരനായിരിക്കും. 38 വർഷമായി ലേക്ക് ഷോർ ആശുപത്രി കിടക്കുകയാണ്. കുളക്കരയുടെ ഇംഗ്ലീഷാണ് ലേക്ക് ഷോർ. അന്നത്തെ ലേക്ക് ഷോർ ആശുപത്രിയാണ് കുളക്കര, അല്ലേ? സൂപ്പർ സ്പെഷ്യാലിറ്റി. അങ്ങനെ ഒരാൾ കിടപ്പുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവ് അവിടെ ചെന്നു. കർത്താവ് ഇങ്ങനെയാണ്, വലിയ ആശുപത്രി വെച്ചേ വിളിക്കുകയുള്ളൂ. മാമൻ ആശുപത്രി വെച്ച് ഇന്ന് വരെ എന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടോ? വല്ലവർ ഉണ്ടോ? എന്നെ മാലക്കര ആശുപത്രി വെച്ചാണ് കർത്താവ് വിളിച്ചത്. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. കുറഞ്ഞ പക്ഷേ വെല്ലൂരായിരിക്കണം, അല്ലെ അമൃത എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആശുപത്രി വെച്ച് ദൈവം വിളിക്കത്തുള്ളൂ, അല്ലെ നമ്മൾ അങ്ങനെ സമ്മതിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പുള്ളി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവ് ചെന്നു. വളരെ സിമ്പിളായിട്ട് അവൻ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉണ്ടോ? ഇതാ ഞാൻ പറഞ്ഞ അവൻ ഈ ഭദ്രാസനക്കാരനാണ്, മിണ്ടത്തില്ല. വളരെ വ്യക്തമായിട്ടല്ലേ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉണ്ടെന്നോ പറഞ്ഞോ? പിന്നെ നിങ്ങൾ കയറി പറഞ്ഞേ. ചോദിക്കാത്തതിന് ഉത്തരം പറയുക. നിനക്ക് സൗഖ്യമാകാൻ മനസ്സ്, എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല. പിന്നെ നിനക്ക് സൗഖ്യമാകാൻ മനസ്സാണ്, ഞാൻ ചെല്ലുമ്പോൾ ഇവൻ ചാടും. അതായത് ഒഴിവ് കഴിവ് പറയുകയാണ്. നമ്മളും അങ്ങനെയല്ലേ? കൈ പൊക്കാൻ പറഞ്ഞ ഒരു പൊക്കും, മാനസാന്തരപ്പെട്ട് കൈ പൊക്കി ഒരു പകുതി പൊക്ക്. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, തലയിൽ എന്നാ തിരുവല്ല, എവിടെ പോവാ ഓലക്കെട്ട്. ചോദ്യം ശരിയാ, തലയിലെന്തോ തിരുവല്ല, എവിടെ പോവാ ഓലക്കെട്ട്. ചോദിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഞാൻ ചെല്ലുമ്പോൾ ഇവൻ ചാടും. എന്താണ് വ്യക്തമായൊരു ഉത്തരം പറയാതെ? നിങ്ങൾ എത്രയോ കാലമായി സുവിശേഷ പ്രസംഗം കേൾക്കുന്നു, ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ വ്യക്തമായൊരു ഉത്തരം? ഇവിടെ പ്രാർത്ഥിക്കുന്നതിന് ഒത്തിരി പേരുടെ എഴുതി കൊടുത്തു, എല്ലാം സപ്ലൈയിങ് ആണ്, അങ്ങോട്ട് വേണം. ദൈവത്തിന് ആരും ഒന്നും കൊടുക്കണ്ടേ? ഞാൻ വിചാരിച്ചു ശോശാമ്മയൊരു വീട് പണിതിരിക്കുന്നു, കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു, പ്രാർത്ഥിക്കണം എന്ന് പറയാനാണ്. അതല്ല, ശോശാമ്മയ്ക്ക് വീട് വേണം, അതിനുവേണ്ടി എല്ലാം വയറുവേദന മാറണം, പ്രാർത്ഥിക്കണം. ചെറുക്കന് ജോലി വേണം, അതിന് ആരും ഒരു നല്ല കാര്യം കർത്താവിന് ഇത്ര പണം നൽകിയിരിക്കും സ്തോത്രം ചെയ്യാനായിട്ട് ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. എപ്പോഴും ദൈവം നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇനിയും ദൈവം എല്ലാം തന്നില്ല, ഇനിയും വല്ലതും തരാനുണ്ടോ? പിന്നെയും ആമയും കർത്താവ് വേഗം തരയണമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇനി കർത്താവിന് അങ്ങോട്ട് കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇവൻ കയറി സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന് പറയാഞ്ഞത്? ഇദ്ദേഹം കയറി സൗഖ്യമാക്കും. സൗഖ്യമാകാൻ നോക്കി നടക്കുകയാണ്. സൗഖ്യമാക്കിയാൽ എന്നാ പ്രശ്നം? ഇദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെടും. 38 വർഷമായി അവിടെ കിടന്ന് വിളഞ്ഞ് കിടക്കുന്ന സീനിയർ മോസ്റ്റ് രോഗിയാണ്. അവിടുത്തെ രോഗി യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. INTUC ആണോ CITU ആണെന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ. ഒരു പുതപ്പും ഒരു പാത്രവും കൊണ്ട് നോക്കുകൂലിയും വാങ്ങിച്ച് മനുഷ്യരെ കളിപ്പിച്ച് ജീവിക്കുകയാണ്. ഇവൻ കയറി സൗഖ്യമാക്കിയ നാളെ തൊട്ട പരിപാടി നടക്കുമോ? ഇല്ല. പിന്നെ മർത്തമാക്കാരനായിപ്പോയില്ലോ, ഞാൻ പറയാനോ നോ പറയാൻ വെക്കുമോ? കൊഞ്ഞാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്ര നാളായിട്ട്. അതാ പറഞ്ഞത്, അവനറിയാം നഷ്ടമാണ്, ദൈവവിളി നഷ്ടമാണ്. ദൈവത്തോടുള്ള യാത്ര ഒട്ടും സുഖകരമല്ല. എന്തോ അച്ഛനീ പറയുന്നല്ലേ? സുഖമാണോ? ദൈവത്തോടുള്ള യാത്ര ഒട്ടും സുഖകരമല്ല. ലാൻഡിങ് സേഫായിരിക്കുമെന്നേ ഉള്ളൂ. ദൈവത്തോട് ഇറങ്ങി തിരിച്ചവർക്കെല്ലാം നൊന്തിട്ടുണ്ട്. വേദന എടുക്കാത്ത മാനസാന്തരമല്ല. മോശേ വിളിച്ചപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് തടിച്ച നാവുണ്ട്, വിക്കുണ്ട്, പോകാൻ വയ്യ, പേരെന്നാ? ഇങ്ങനെ ഒഴിവൊഴി പറയുകയാണ്. അവനെ ദൈവം പറഞ്ഞു, അയാം ദാറ്റയാം, ഞാനാകുന്നവൻ. നിൻ്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നേ? എന്തോ വടി? ഒരു ഉണക്ക വടി. 80 വയസ്സുള്ള വലിയ പിന്നെ വടിയും കൊണ്ട് നടക്കുകയാണ്. നിൻ്റെ കയ്യിൽ ആ പടയെ വടി, നീ ആ വടി അങ്ങ് താഴെയിട്. വടി താഴെയിട്ടപ്പോൾ എന്തുവായി? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കൊണ്ട് നടക്കുന്ന പല വടിയും താഴെ ഇടാമെങ്കിൽ അത് പാമ്പാവും. പാമ്പായ വടി വല്ലതും ഉണ്ടോ? അത് അന്യോന്യമുള്ള സ്നേഹമില്ലായ്മയാകാം, രഹസ്യ മദ്യപാനമാകാം, കൊടുക്കവാങ്ങുള്ള വീഴ്ചയാകാം. ഇത് മിസ്രൈമിനെ തല്ലിക്കൊന്ന വടിയാണ്, ആടിനെ മേയിച്ച വടിയാണ്. നീ നിൻ്റെ സ്വന്തമായിട്ട് കൊണ്ട് നടക്കുന്ന വടി അങ്ങ് താഴെ ഇടണം. ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നീൻ്റെ വടി അങ്ങ് സർപ്പങ്ങൾ, നമ്മളെ ചുറ്റിയിരിക്കുന്ന സർപ്പങ്ങൾ ഉപേക്ഷിക്കപ്പെടണം. നമ്മൾ പലപ്പോഴും വിചാരിക്കുക, എന്തുകൊണ്ടാണ് എൻ്റെ കൊച്ചു നന്നാകാത്തത്, എൻ്റെ പിള്ളേർ നന്നാകാത്തത്, എൻ്റെ രോഗം മാറാത്ത? പല സർപ്പങ്ങൾ നമ്മളെ ചുറ്റി വരിഞ്ഞിരിക്കുന്നു. അത് ഉപേക്ഷിക്കണം. അത് താഴെ ഇടണം. താഴെ ഇടാവോ? താഴെ ഇട്ടേ.
അതുപേക്ഷിക്കണം, അത് താഴെ ഇടണം. അന്നേരം ദൈവം പറഞ്ഞു, ഇനിയും നീ അത് എടുക്കാൻ പറഞ്ഞു. എടുത്തപ്പോൾ വീണ്ടും എല്ലാവരും ഒന്ന് എടുത്ത് അത് താഴെയിട്ട വടി ഒന്നുകൂടെ എടുത്തേ. ഒരു പുതിയ വടി നമുക്ക് കിട്ടിയിരിക്കുന്നു. ആ വടി എന്ത് വടിയാണ്? നൈൽ നദിയുടെ നിറം മാറ്റിയ വടിയാണ്. ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ച വടിയാണ്. പാറയെ പിളർന്ന് ജലം നൽകിയ വടിയാണ്. ഒരേ വടി തന്നെയാണ്, രൂപാന്തരപ്പെട്ടു. ആ വടി ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ രൂപാന്തരപ്പെടും. ആ മോശ ഒരു മാൻ ഓഫ് മൗണ്ടൻ. മോശ ഒരു പർവ്വത മനുഷ്യനാണ്. ദൈവം കണ്ടതായ ഹൊറേ പർവ്വതം, മോശ ദൈവത്തെ കണ്ടതായ സീനായ് മല, ഇവിടെ നമ്മൾ വായിച്ച രഫദീം മല, യുദ്ധം ചെയ്ത രഫദീം മല, മോശ അടക്കപ്പെട്ട നെബോ പർവ്വതം, പിന്നെ മോശ തേജസ്കരിക്കപ്പെട്ട മറുരൂപമല, ഒരുപാട് മലകളുമായി ബന്ധപ്പെട്ട ആളാണ്. ആ ഇസ്രായേൽ അങ്ങനെ അവിടെ പോയി മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതിന് നിങ്ങൾക്കറിയാമല്ലോ. ആ യാത്രാമധ്യേ സംഭവിച്ചൊരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. രഫിദീമിൽ പാളയം ഇറങ്ങിയപ്പോൾ അമാലേക്കർ അവരോട് യുദ്ധം ചെയ്തു. ആദ്യത്തെ യുദ്ധമാണ്, ഇസ്രായേൽ മക്കളുടെ ആദ്യത്തെ യുദ്ധമാണ്. അമാലേക്കർ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ എന്താ ചെയ്തത്? മോശയ്ക്ക് മനസ്സിലായി കായികമായി ഇവരെ നേരിട്ടാൽ ജയിക്കത്തില്ല. മോശ അതുകൊണ്ട് 80 വയസ്സുള്ള മനുഷ്യൻ പർവ്വതത്തിന് മുകളിലേക്ക് കയറി. കയ്യിൽ ആ വടിയുണ്ട്. ഏത് വടിയാണ്? മോശയുടെ ഫറവോൻ്റെ സർപ്പങ്ങളെ വിഴുങ്ങിയ വടി, അത്ഭുതത്തിൻ്റെ വടി മോശയുടെ കയ്യിലുണ്ട്. മോശ വയോധികനായതുകൊണ്ട് കൈ തളർന്നപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അഹരോനും ഹൂരും പർവ്വതത്തിന് മുകളിലേക്ക് കയറി. അവരും കൈ താങ്ങി പിടിച്ചുകൊണ്ടിരുന്നു. മോശയുടെ കൈ ഉയർന്നു നിൽക്കുമ്പോൾ താഴെ യോശുവയുടെ നേരത്തെ താഴ്വരെ യുദ്ധം ചെയ്യും, ഇസ്രായേൽ മക്കൾ ജയിക്കും. മോശയുടെ കൈ താഴെ വീഴുമ്പോൾ അവർ പരാജയപ്പെടും. അങ്ങനെ ഒരു അത്ഭുതകരമായിട്ട് വിജയിച്ചു. അവർ മോശയുടെ കൈ താങ്ങി 2 പേര് പോയി, അഹരോനും ഹൂരും. ആ അഹരോൻ ആരായി? മഹാപുരോഹിതനായി. ഹൂരിൻ്റെ കാര്യം വായിക്കുന്നത് അദ്ദേഹം ന്യായാധിപ സംഘത്തിലെ അംഗമായി. ഹൂരിൻ്റെ കൊച്ചുമോൻ ഗസയേൽ യെരുശലേം ദേവാലയം പണിയുന്നതിന് പ്രധാന പങ്ക് വഹിച്ചു. നോക്കുകയാണെങ്കിൽ മോശയുടെ പ്രാർത്ഥനയ്ക്ക് കൈ കൊടുത്തതായ ദൈവമക്കളെ ദൈവം അനുഗ്രഹിച്ചു. ഇതാണ് കൂട്ടായ്മ. അന്യോന്യം ഭാരങ്ങളെ വഹിക്കുന്ന കൂട്ടായ്മ സംഘങ്ങൾ. അങ്ങനെ നമുക്ക് ജയിക്കാനൊക്കത്തുള്ളൂ. ഹൈദരാബാദിൽ കുറേ നാൾ മുമ്പ് നടന്ന ഒരു ആനുവൽ സ്പോർട്സ്, നാഷണൽ സ്പോർട്സ്, ഓൾ ഇന്ത്യ സ്പോർട്സാണ്. അത് നടക്കുന്നത് ബുദ്ധിമാന്യമുണ്ട് എന്ന് നമ്മൾ പറയുന്ന ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്പോർട്സാണ്. അങ്ങനെ ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നും, അതായത് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് കിട്ടി അവിടെ വന്നേക്കാണ് ഫൈനലിന് വേണ്ടി. ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളാണ് മെൻ്റലി. ഒരു ഫൈനൽ മത്സരമാണ്, 12 വയസ്സുകാരുടെ ഫൈനൽ മത്സരം, 100 മീറ്റർ. 8 പേരാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനക്കാരാണ്, ഭാഷ അന്യോന്യം അറിയത്തില്ല. ബുദ്ധിമാന്യമുണ്ട് എന്ന് നമ്മൾ പറയുന്ന കുഞ്ഞുങ്ങളാണ്. അവരുടെ ഫൈനൽ 1ാമതെത്തിയാൽ സ്വർണം കിട്ടും, 2ാമതെത്തിയാൽ വെള്ളി കിട്ടും, 3ാമതെത്തിയാൽ ബ്രോൺസ് കിട്ടും. അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ സിസ്റ്റേഴ്സൊക്കെ സൈഡിൽ നിൽപ്പുണ്ട് ഒപ്പ് ഇടാനായിട്ട്. കാരണം ഓടാൻ പോവാണ് 12 വയസ്സുള്ള കുഞ്ഞുങ്ങൾ 8 പേര്. ഓടിയന്മാർ ഗോ എന്ന് പറഞ്ഞ് വിസിൽ മുഴങ്ങി കുഞ്ഞുങ്ങൾ ഓട്ടം ഓടി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കാലെ തട്ടി ഒരു കുഞ്ഞ് താഴെ വീണു. അവൻ്റെ മുഖം ചെന്നടിച്ചു, മണ്ണിൽ ചെന്നടിച്ച് അവൻ്റെ ചെറിയെല്ലാം പൊട്ടി. അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞു, ചോര വന്ന് അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞു കിടന്നു. അപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭാഷ അറിയാത്ത, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മറ്റ് 7 കുഞ്ഞുങ്ങൾ, 1ാമതെത്തിയാൽ സ്വർണം കിട്ടും, 2ാമതെത്തിയാൽ വെള്ളി കിട്ടും, 3ാമതെത്തിയാൽ ഓട് കിട്ടും. ആ 7 കുഞ്ഞുങ്ങൾ ഓട്ടം നിർത്തി. എന്നിട്ട് അവരെല്ലാം കൂടെ തിരിച്ചു വന്ന് ഇവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ്റെ മുഖമെല്ലാം തുടച്ചു. എന്നിട്ട് ആ 8 പേരും കൂടെ തോളെ കൈയിട്ട് നടന്ന് ഫിനിഷ് ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ജയിച്ചു. ഇതാണ് കൂട്ടായ്മ. തളരുമ്പോൾ, കൈ തളരുമ്പോൾ, മനസ്സ് തളരുമ്പോൾ ബലപ്പെടുത്തുന്ന കൂട്ടായ്മ സംഘങ്ങൾ ക്രിസ്തീയ ജീവിത വിജയത്തിനുണ്ടാകണം. മോശ അവിടെ ഒരു യാഗപീഠം പണിതു. എവിടെയാണ്? ഈ രഫിദീമിലൊരു യാഗപീഠം പണിതിട്ട് അതിനിട്ട പേരാണ് യഹോവാൻ്റെ കൊടി, യഹോവ നിസി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പരാജയപ്പെടുകയില്ല. അത് പ്രാർത്ഥനയിലൂടെയാണ് ജയിച്ചതെന്നാണ് അതിൻ്റെ അർത്ഥം. യോശുവയുടെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടല്ല.
ആയുധത്തിൻ്റെ ബലം കൊണ്ടല്ല, പ്രാർത്ഥനയിൽ വിജയം വരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു യാഗപീഠം, നന്ദിയുടെ യാഗപീഠം. പ്രിയപ്പെട്ടവർ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? ആണോ? എന്തോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, അതറിയാവോ? അറിയാവോ സ്വർഗസ്വ പ്രാർത്ഥന? നമ്മുടെ പറച്ചിൽ കേട്ടൊന്ന് ആദ്യം നിർത്തുന്ന പുള്ളിക്ക് ഒരു സമ്മാനം കിട്ടുമല്ലോ, നടിച്ചങ്ങ് വിടുകയാണ്. നിർത്തി പറഞ്ഞു നോക്കണം. അതിൻ്റെ അകത്തൊരു വാചകമാണ്, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. അതാ പ്രാർത്ഥന. അപ്പം നമ്മൾ എന്തിനാണ് വന്നേക്കുന്നേ? നമ്മുടെ ഇഷ്ടം നടത്തിക്കൊണ്ട് പോകാനല്ല, നിങ്ങളുടെ ഇഷ്ടം നടത്തുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. നിന്നെ തടിച്ച നാവാണേലും ശരി, നിന്നെ ദൈവത്തിനാവശ്യമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വപ്നത്തിൻ്റെ പാണ്ഡവം കൊണ്ട് വരികയാണ് ദൈവത്തിൻ്റെ അടുത്ത്. അതെല്ലാം തകരുന്നിടത്താണ് ദൈവത്തിൻ്റെ പദ്ധതികൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന കർത്താവ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിന്നെ നിറവേറി നിന്നെ സമർപ്പിക്കണം. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് 4 മറുപടിയുണ്ട്. ഒന്നാമത്തെ മറുപടി ഡയറക്റ്റ് ആൻസർ, യെസ്, തന്നിരിക്കുന്നു. എന്തെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? കിട്ടിയിട്ടുണ്ടോ? ദൈവം വല്ലതും തന്നിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ആൻസർ നോ, ഡിനൈഡ് ആൻസർ, തരത്തില്ല. ആ ആൻസർ കിട്ടിയിട്ടുണ്ടോ? നോ കിട്ടിയിട്ടുള്ളൊരു കൈവക്കിക്കേ. കൂടുതൽ ആളും കള്ളം പറയുന്നവരാണ്. ഏതാ കൂടുതൽ കിട്ടിയിട്ടുള്ളത്? എനിക്ക് നോയാ കൂടുതൽ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്ന മണ്ടത്തരമെല്ലാം തരാൻ തുടങ്ങി എന്തോ ആയിരുന്നതിന്. നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവം തരത്തില്ല. ദൈവം നോ പറയും. ദൈവം നോ പറയുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന യേശുവിനേക്കാൾ നല്ലത്. കൈവക്കാൻ എനിക്കറിയാം. അച്ഛാ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അച്ഛാ ഞങ്ങൾ ഏസാക്കുന്നിടത്ത് പൊക്കോളാം അച്ഛാ. ഒന്നല്ല, നമ്മുടെ കുർബാന കഴിയുന്ന വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ഇവിടെ ആരാധിക്കാൻ പോകും. പിന്നെ ഇവിടെ എന്തുവാ? അല്ല അച്ഛാ, വേർക്കും, ഒന്ന് ആരാധിക്കും, വേർക്കണം. പ്രേയർ ഡസ് നോട്ട് ചേഞ്ച് ഗോഡ്. പ്രാർത്ഥന ദൈവത്തെ മാറ്റുന്നില്ല. പ്രേയർ ചേഞ്ചസ് മാൻ. പ്രാർത്ഥന നമ്മളെയാണ് മാറ്റുന്നത്. എങ്ങ് പോയി പ്രാർത്ഥിച്ചുകൊണ്ടോ ഉപവാസത്തിൻ്റെ എണ്ണം കൂടിയത് കൊണ്ടോ ദൈവത്തെ നന്നാക്കാമെന്ന് വിചാരിക്കേണ്ട. ഗോഡ് ഈസ് അൺചേഞ്ചിങ്. മൂന്നാമത്തെ ആൻസറാണ് വെയിറ്റ്, ഡിലേഡ് ആൻസർ. താമസിച്ച് മറുപടി കിട്ടും. താമസിച്ച് മറുപടി കിട്ടിയിട്ടുള്ളതൊക്കെ നല്ല ഉത്തരങ്ങളാണ് അല്ലേ? വേദവസം കൊണ്ടെന്ന് പഠിച്ചത് ഏറ്റവും നല്ല ഉത്തരങ്ങളാണ് താമസിച്ച് കിട്ടുന്നത്. അന്നേരം കിട്ടിയില്ലേലും സമയത്ത് കിട്ടിയാൽ അത് ഏറ്റവും നല്ല ഉത്തരവാണ്. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കും. യഹോവയ്ക്കായി കാത്തിരിക്കണം, ഓടി നടക്കരുത്. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നാലാമത്തെ ആൻസർ ഡിഫറൻ്റ് ആൻസർ, വ്യത്യസ്തമായ ഉത്തരം. നമ്മൾ ചോദിക്കുന്നതല്ല ദൈവം തരുന്നതാണോ? നമ്മൾ ചോദിക്കുക സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളല്ലേ ദൈവം തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഡിഫറൻ്റ് ആൻസർ. ഇങ്ങനെ വ്യത്യസ്ത ഉത്തരങ്ങളൊക്കെ ദൈവം തരും. നമുക്ക് വേണ്ട ദൈവത്തിനറിയാം. ഞാൻ എലന്തൂരാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊരു ദിവസം ഒരു സബ് ഇൻസ്പെക്ടർ, ആറന്മുള സബ് ഇൻസ്പെക്ടറായിരുന്ന ഒരു സാറ് വന്നു. എൻ്റെ കൂട്ടുകാരനാണ്, ഓർത്തഡോക്സുകാരനാണ്. അദ്ദേഹം വന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാര്യത്തിനാണ് അച്ഛൻ്റെ അടുത്ത് വന്നത്. എന്താ സാറേ ചോദിച്ചോ? പറഞ്ഞു, എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ കാല് മുറിച്ച് കളയണമെന്ന് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞേക്കാണ്. ഒരു കാല് അങ്ങ് ഇൻഫെക്റ്റഡായി, മുറിച്ച് 1 മാസത്തിനകം കാല് മുറിക്കും. ആ സ്ഥിതി 2 കുഞ്ഞുങ്ങളുണ്ട്. ഇങ്ങനെ എന്നോട് വന്ന് പറഞ്ഞു. ആ കാര്യം പറയാനല്ല പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ദിവസം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ തിരുവനന്തപുരത്ത് പോയപ്പോൾ ജീപ്പേ പോയപ്പം പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു വലിയ ഈ പോട്ട ആശ്രമത്തിലെ രോഗശാന്തി ശുശ്രൂഷ നടക്കുകയാണ്. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, രാജാവായി വേഗം വരുന്നു എന്നൊക്കെയുള്ള ബാനർ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ കോണ്ടാക്ട് നമ്പരും വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ ആ ജീപ്പയിൽ ഇരുന്നുകൊണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചു. ആ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ പോട്ടയിലാണ് എടുത്തത്, ആശ്രമത്തിലാണ് എടുത്തത്. ഹലോ, പ്രൈസ് ദി ലോർഡ്. അവർ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ആറന്മുള SI ആണ്. എന്നെ പറഞ്ഞാൽ വിളിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാട്ടെന്ന് വളരെ വിനയത്തോടെ പറഞ്ഞു. എന്നെ പറഞ്ഞു, എൻ്റെ അനിയത്തിയുടെ കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ടീം വന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? അമൃത ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ആ ഭാഗത്തു നിന്ന് പറഞ്ഞു, അതിന് ഞങ്ങൾ വരേണ്ട കാര്യമില്ലല്ലോ, താങ്കൾ തന്നെ ഒരു കാര്യം ചെയ്യൂ, ആ രോഗിയുടെ സഹോദരൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തമേ എൻ്റെ സഹോദരിയിലേക്ക് പ്രവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് എഴുതിയെടുത്തു. എന്നോട് അദ്ദേഹം പറയാ,
സ്വർഗസ്വ പ്രാർത്ഥനയും കന്യാമറിയാമിനുള്ള അപേക്ഷയല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഓർത്തഡോക്സ് ഉള്ള കാര്യം പറയുകയാണ്. ഞാൻ വാചാപ്രാർത്ഥന എനിക്ക് അറിയത്തില്ല. അത് അദ്ദേഹം കുറിച്ചെടുത്തു. കാൽവറിയിൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തമേ എൻ്റെ സഹോദരിയിലേക്ക് പ്രവഹിക്കണമേ എന്ന് അദ്ദേഹം കുറിച്ചെടുത്തു, കയ്യെ കുറിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം വീട്ടിൽ കയറാതെ ആ വണ്ടിയെ തന്നെ അങ്ങ് അമൃതാഴ്ച രാത്രി 1 മണി 2 മണി ആയപ്പോഴാണ് ചെന്നത്. ആ രോഗി സഹോദരിയുടെ ചേച്ചിയാണ് അവിടെ കാവൽ നിൽക്കുക. ഒന്നും പറയാതെ ഇദ്ദേഹം അവിടെ മുട്ടുകുത്തി ഈ രോഗിയുടെ ഈ സഹോദരിയുടെ രോഗം വന്ന കാലിൽ ഇങ്ങനെ തൊട്ട് തലോടിക്കൊണ്ട് കാൽവറിയിൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തമേ എൻ്റെ സഹോദരിയെ സൗഖ്യമാകും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുക വെച്ചാൽ അങ്ങനെ മുട്ടുമേ നിന്ന് നേരം വെളുക്കുന്നവരെയും കരഞ്ഞുകൊണ്ട് അങ്ങ് പ്രാർത്ഥിച്ചു. അദ്ദേഹം ഇഞ്ഞ് പോന്നു. ഡോക്ടർമാർ വന്നു. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. ഡോക്ടർമാർക്ക് അത്ഭുതം, ഇത് വലിയ മാറ്റം വന്നിരിക്കുന്നല്ലോ, വലിയ മാറ്റം വന്നിരിക്കുന്നല്ലോ. അച്ഛാ ഇന്ന് വന്ന് നോക്കച്ചാ, പ്രക്കാനത്ത് വന്ന് നോക്കച്ചാ, അവൾ നല്ല ആരോഗ്യമായിട്ട് നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2 കുഞ്ഞുങ്ങളെയും വളർന്ന് നടക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം ജീവിക്കും. ഞാൻ ചോദിച്ചത് എന്തിനാ എന്നോട് വന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, അച്ഛൻ പലയിടത്ത് പ്രസംഗിക്കാൻ പോവാണല്ലോ അച്ഛൻ, ഒക്കുന്നിടത്തെല്ലാം ഇതും സാക്ഷ്യമാണ്. എനിക്കതിനുള്ള അവസരമില്ല, അവർക്കങ്ങനെ അവസരമില്ല. യേശു വലിയവനാണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന് അച്ഛൻ സാക്ഷിക്കണം, എനിക്ക് വേണ്ടി പറയണം, അതിനുവേണ്ടി പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവർ, നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പാപം ഉപേക്ഷിച്ച്, ഭാരം ഉപേക്ഷിച്ച്, യേശുവിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ തുടരാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കട്ടെ.